കഴിഞ്ഞു കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോൾ റിനു പഴഞ്ചൊല്ലി നമ്മളെ പരിചയപ്പെടുന്നതായിരിക്കും അടുത്തതായിട്ട്. അതായത് റിനു എടുക്കുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. റിനു കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറയൂ ഒന്ന്. കേക്കാം. ഓക്കെ. കേക്കാവോ പറയുന്നേ? കേൾക്കാൻ പറഞ്ഞു. ഇന്നത്തെ പഴഞ്ചൊല്ല് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു പഴഞ്ചൊല്ലാണ് കാക്ക കുളിച്ചാൽ കോക്കാകുമോ. ഇത് മുമ്പ് എക്സാമിനൊക്കെ വന്നിട്ടുള്ളതാ കേട്ടിച്ചിന്. അപ്പം ഇതിന്റെ ശരിക്കുള്ള മീനിങ് എന്ന് പറയുന്നത്, ജന്മന കറുത്ത നിറമുള്ള കാക്ക എത്ര പ്രാവശ്യം കുളിച്ചാലും അത് വെളുത്ത് കൊക്കിനെ പോലെ ആകുന്നില്ല. പക്ഷെ ഇതില് എക്സാക്ട് ശരിക്കുള്ള ആശയം ചോദിച്ചാലാണ് ഇത് എഴുതേണ്ടത്. ജന്മന കറുത്ത നിറമുള്ള കാക്ക പല പ്രാവശ്യം കുളിച്ചാലും അത് വെളുത്ത് കൊക്കിനെ പോലെ ആകുന്നില്ല. പക്ഷെ ഇതിന്റെ സാമൂഹികാവസ്ഥ, അതായത് ഇതിൽ തെളിയുന്ന, ഈ പഴഞ്ചൊല്ലിൽ തെളിയുന്ന സാമൂഹികാവസ്ഥ ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെ എഴുതേണ്ടത്, അത് കറുത്ത വർഗക്കാരോടുള്ള അവജ്ഞയാണ് അതില് കാണിക്കുന്നത്. ഈ കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്ന പഴഞ്ചൊല്ലില് തെളിയുന്ന സാമൂഹികാവസ്ഥ എന്താണെന്ന് ചോദിച്ചാല് അതിനകത്ത് വരുന്നത് കറുത്ത വർഗക്കാരോടുള്ള അവജ്ഞ കാണിക്കാനായി പറയുന്ന ഒരു പഴഞ്ചൊല്ലാണിത്, പണ്ടത്തെ ആൾക്കാര്. പക്ഷെ ഇന്ന് ഇപ്പോഴത്തെ ഒരു കാലത്ത് നമ്മള് ഇപ്പം ഞാൻ കൂടുതലായിട്ട് കേട്ടിട്ടുള്ളത് നമ്മൾ ചുമ്മാ കളിയാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇപ്പം പണ്ടത്തെ മറ്റേ അവഗണന മാറി, കറുത്ത വർഗക്കാരുള്ള അവജ്ഞ മാറി നമ്മളിപ്പോ ശരിക്കും കളിയാക്കാനായിട്ടാണ് ഇത് പറയുന്നത്. പക്ഷെ പണ്ട് കാലത്ത് ഇത് ഉപയോഗിച്ചിരുന്നത് കറുത്ത വർഗക്കാരോടുള്ള അവജ്ഞ പ്രകടിപ്പിക്കാനാണ്. ശരിക്കുള്ള മീനിങ് എന്ന് പറയുന്നത് കാക്ക എത്ര തവണ കുളിച്ചാലും അത് വെളുത്ത് കൊക്കിനെ പോലെ ആവുന്നില്ല എന്നാണ്. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോ 2 തരത്തിൽ വരാൻ ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഇതിന്റെ ആശയം, അതായത് കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്ന പഴഞ്ചൊല്ലിന്റെ ആശയം മാത്രം ചോദിച്ചാ എഴുതേണ്ടത്, ജന്മന കറുത്ത നിറമുള്ള ഒരു കാക്ക എത്ര പ്രാവശ്യം കുളിച്ചാലും വെളുത്ത കൊക്കിനെ പോലെ ആകുന്നില്ല. എന്നാൽ ഈ പഴഞ്ചൊല്ലിൽ തെളിയുന്ന സാമൂഹ്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതേണ്ടത്, കറുത്ത വർഗക്കാരോടുള്ള അവജ്ഞ എന്ന് തന്നെയാണ് എഴുതേണ്ടത്. അപ്പൊ ഇത്രേ ഉള്ളൂ. മനസ്സിലായോ എല്ലാവർക്കും? ഹലോ, കഴിഞ്ഞു. പറഞ്ഞത് ക്ലിയർ ആണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തോടെ നല്ലതായിരിക്കും. കാരണം അല്ലെങ്കിൽ നമുക്കൊന്നുകൂടി റിപ്പീറ്റ് പറയാമല്ലോ. യെസ്, മനസ്സിലായി. ഓക്കെ. അടുത്തതാരാണ് വന്നിട്ടുണ്ട് ഇതിനകത്ത്? പറഞ്ഞു. അടുത്തത് പറഞ്ഞവരാരും ഇല്ല ഇതിൻ്റെ അകത്ത്? നോക്കിയില്ല, ലിസ്റ്റ് നോക്കിയില്ല. ഉണ്ടോ ഇതിൻ്റെ അകത്ത്? ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് തുടങ്ങാം. ചേട്ടാ ഞാനുണ്ട്. ഓക്കെ ഓക്കെ, പറഞ്ഞു. പറയട്ടെ? പറഞ്ഞു. അതായത് എനിക്ക് കിട്ടിയ ടോപ്പിക് എന്ന് പറയുന്നത് തൂലിക നാമങ്ങളും അപരനാമങ്ങളെ കുറിച്ചും, അതായത് നമ്മുടെ കവികളുടെ അപരനാമങ്ങളും തൂലിക നാമങ്ങളും പറയുന്നതാണ്. അപ്പം ഓരോ ദിവസം ഓരോരുത്തരെ വെച്ചാണ് പറയുന്നത്. അപ്പൊ ആദ്യം അപരനാമങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇന്ന് പറയുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ്. അപ്പം അദ്ദേഹം നമ്മുടെ കേരള മോപ്പസാങ് എന്നാണ് അദ്ദേഹത്തിന്റെ അപരനാമം ആയിട്ട് അറിയപ്പെടുന്നത്. അത്രേ ഉള്ളൂ. തകഴി ശിവശങ്കരൻ പിള്ള കേരളത്തിന്റെ മോപ്പസാങ് അല്ലേ? മോപ്പസാങ്. ഓക്കെ ഓക്കെ, കേരളത്തിന്റെ മോപ്പസാങ് ആയി അറിയപ്പെടുന്നു. വേറെ ആരും ഉണ്ട് ഇതിനകത്ത്? ജോ ഒരു സയന്റിസ്റ്റിന്റെ ഒരു പരിപ്പെടുത്താനായിട്ട്. ഇപ്പൊ ഞാൻ ഇന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന ആളെ കുറിച്ചാണ്. എല്ലാവരും കേട്ടിട്ടുണ്ട്, ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പം അദ്ദേഹത്തിന്റെ സിദ്ധാന്തം ആപേക്ഷിക സിദ്ധാന്തം അഥവാ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നറിയപ്പെടുന്നത്. നമ്മള് +2 വിശദമായിട്ട് പഠിക്കുന്നത് നിങ്ങൾ ഇത്രയും ഓർത്തിരിക്കുക. അതായത് പദാർത്ഥത്തെയും ഊർജത്തെയും സംബന്ധിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ ആവിഷ്കരിച്ച ഒരു സിദ്ധാന്തമാണ് ആപേക്ഷിക സിദ്ധാന്തം അഥവാ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഇവിടുത്തെ ഒരു ഇക്വേഷൻ ഉണ്ട്, E=mc². അപ്പൊ നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നുണ്ട്, ഇപ്പൊ പാസ്കലിന്റെ നിയമം എന്ത്? പാസ്കൽ എന്ന് പറഞ്ഞ വേറെ സയന്റിസ്റ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പാസ്കലിന്റെ നിയമം എന്താ? അതിന്റെ ഓപ്ഷൻസ് ഒരു 4 തന്നിരിക്കുക. അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള നിയമം കണ്ടുപിടിച്ച് എഴുതാനും.
അപ്പൊ അതുപോലെ ഇപ്പം ഐൻസ്റ്റീനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു ഇക്വേഷൻ E=mc², അതായത് പദാർത്ഥത്തെയും ഊർജത്തെയും സംബന്ധിച്ച് അദ്ദേഹം ആവിഷ്കരിച്ച ഒരു സിദ്ധാന്തമാണ് ആപേക്ഷിക സിദ്ധാന്തം. E=mc² ടേം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, E എന്ന് പറയുന്നത് ഊർജം അഥവാ എനർജി, M എന്ന് പറയുന്ന മാസ്, C എന്ന് പറയുന്നത് ലൈറ്റിന്റെ വേഗത, അതായത് വെലോസിറ്റി ഓഫ് ലൈറ്റ്, പ്രവേഗം. ഇത്ര എന്ത് പറയാനുള്ളൂ. ആൽബർട്ട് ഐൻസ്റ്റീൻ റിലേറ്റ് ചെയ്യാനായിട്ട് ഐൻസ്റ്റീന്റെ സ്പെല്ലിംഗ് എന്നാ, EI വെച്ചല്ലോ തുടങ്ങുന്നത്. അപ്പൊ ഐൻസ്റ്റീന്റെ EI വെച്ച് E=mc², ആ ഇക്വേഷൻ കണ്ട ഉടനെ ഓർത്തോളുക ഐൻസ്റ്റീൻ. മനസ്സിലായോ? ക്ലിയർ ആണ്. ആ കൂട്ടത്തിൽ ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ ആണ് ഈ പറഞ്ഞത്. അതായത് E=mc², where E is the energy and M is the mass and C is the speed of the light. അതിനകത്ത് ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് ഇപ്പോൾ കേട്ടപ്പോൾ. സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാണെന്ന് പറഞ്ഞൊരു ചോദ്യം ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് 3 × 10⁸ ആണ്. അപ്പം അതുകൂടി ഞാനൊന്ന് കൂട്ടിച്ചേർക്കുകയാണ്. അപ്പം സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 3 × 10⁸ ആണ് സ്പീഡ് ഓഫ് ലൈറ്റ്. അതായത് ലൈറ്റിന്റെ സ്പീഡ്, നമ്മുടെ അന്തരീക്ഷത്തിലോട്ട് നമ്മൾ ലൈറ്റ് കടന്നു വരുന്ന സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 3 × 10⁸, അതായത് 3 കഴിഞ്ഞിട്ട് 8 വട്ടം 0 എഴുതണം. അത്രയും സ്പീഡിലാണ് നമ്മുടെ ലൈറ്റ് നമുക്ക് നമ്മുടെ പ്രകാശത്തിൽ നമ്മൾ കാണുന്നത്. അത്രയും സ്പീഡിലാണ് നമ്മളൊരു ടോർച്ച് അടിച്ചാൽ പോകുന്ന സ്പീഡ് കാണാൻ പറ്റില്ല. എന്ത് പെട്ടെന്ന് അത് വേറൊരു നമ്മൾ അടിക്കുന്ന ഒബ്ജക്റ്റിൽ പോയി മുട്ടുന്നത്. അപ്പൊ അതിന്റെ സ്പീഡാണ് പറയുന്നത്. അതിനുള്ള സൂര്യന്റെ അല്ലെങ്കിൽ 3 ലക്ഷം കിലോമീറ്റർ അങ്ങനെ പഠിക്കുന്നെങ്കിൽ എളുപ്പം അങ്ങനെ പഠിക്കാം. 3 ലക്ഷം കിലോമീറ്റർ എന്നും പഠിക്കാം. 3 ലക്ഷം കിലോമീറ്റർ ഇൻ സെക്കൻഡാ കേട്ടോ, അല്ലാതെ ഒരു സെക്കൻഡിൽ അത് കടന്നു പോകുന്നതാണ് 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡിലാണ് ഇത് കടന്നു പോകുന്നത്. 3 ലക്ഷം മീറ്റർ പെർ സെക്കൻഡിലാണ് ഇത് കടന്നു പോകുന്നത്. അപ്പോൾ അതിന്റെ സ്പീഡിന്റെ വേഗത നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ 60 കിലോമീറ്റർ പെർ സെക്കൻഡ് നമുക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുവാണെങ്കിൽ, നമ്മൾ 3 ലക്ഷം മീറ്റർ പെർ സെക്കൻഡിൽ ഒന്ന് കടന്നു പോകുമ്പോൾ അതിന്റെ അവസ്ഥ എന്നായിരിക്കും ആലോചിക്കുക. അപ്പോൾ ആ സ്പീഡായിരിക്കും നമ്മളെ ലൈറ്റ് കടന്നു വരുന്ന സ്പീഡ്. അതാണ് നമുക്ക് നേരം വെളുത്തപാടെ പെട്ടെന്ന് ഇതാകുന്നതും സന്ധ്യയാകുമ്പോൾ പെട്ടെന്ന് നിറം മങ്ങുന്നതിനെ കാര്യം അതാണ്. നമ്മൾ ടോർച്ചിന്റെ കേസ് എടുത്താൽ അത് തന്നെയാണ്. ഒരു വട്ടം അടിച്ചാൽ പെട്ടെന്ന് അടുത്ത ഒബ്ജക്റ്റ് പോയി മുട്ടണമെങ്കിൽ ആ ലൈറ്റിന്റെ സ്പീഡാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പം ഞാനത് കൂട്ടിച്ചേർക്കുകയാണ്. അപ്പം അത് പറഞ്ഞവർക്ക് നന്ദി. ഇനി ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? ഞാൻ ലിൻഡു ആണ്. ഓക്കെ. എന്നോട് പറഞ്ഞത് എഴുത്തുകാരും കൃതികളും ആയിരുന്നു, ഓരോരുത്തരെ പരിചയപ്പെടുത്താനായിട്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എഴുത്തച്ഛനെ പറ്റിയാണ്. എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. എഴുത്തച്ഛന്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് പറയുന്നത്. അദ്ദേഹം സംസ്കൃതവും മലയാളവും തിരിച്ചറിയാനാവാത്ത വിധം ഇടകലർത്തി ഉപയോഗിക്കുന്ന ഒരു ഭാഷാ ശൈലി രൂപപ്പെടുത്തി. അതുപോലെ മലയാളത്തിന് സ്വന്തമായി അക്ഷരമാല രൂപപ്പെടുത്തിയത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ സംസ്കൃത പദങ്ങൾക്കൊപ്പം തനി മലയാള പദങ്ങളും കവിതയിൽ ഉൾപ്പെടുത്തി. അതുപോലെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തെ മികച്ച ഒരു സാഹിത്യ ശാഖയാക്കി മാറ്റിയത് അദ്ദേഹമാണ്. അപ്പോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികൾ എന്ന് പറയുന്നത് ഹരിനാമ കീർത്തനം, ദേവി മഹാത്മ്യം, രാമായണം, ചിന്താരത്നം, അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് കൃതികളുണ്ട്. അപ്പോൾ നമുക്ക് പരിചിതമായിട്ടുള്ള കുറച്ച് കൃതികളാണ് ഈ ആധ്യാത്മിക രാമായണം, മഹാഭാരതം, ഭാഗവതം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതില് ഒരു 9 എണ്ണം ഞാൻ പറയാം. അതിൽ ഏതെങ്കിലും 1 അല്ലെങ്കിൽ 2 എണ്ണം ഒക്കെ മനഃപ്പാഠമാക്കി വെച്ചാൽ നമുക്ക് ഉപകാരമായിരിക്കും. അതില് ഹരിനാമ കീർത്തനം, ദേവി മഹാത്മ്യം, രാമായണം, ചിന്താരത്നം, കൈവല്യ നവനീതം, അധ്യാത്മ രാമായണം, മഹാഭാരതം, ശിവപുരാണം, ഭാഗവതം, ഇങ്ങനെ ഒരു 9 എണ്ണം ഉണ്ട്. അതിൽ ഏതെങ്കിലും 1 അല്ലെങ്കിൽ 2 നമുക്ക് പറ്റുന്നത് പോലെ ഓർത്തു വെച്ചാൽ നല്ലതായിരിക്കും. കഴിഞ്ഞു കേട്ടോ. അപ്പൊ ലിൻഡു ഈ പറഞ്ഞതിനകത്ത് ഒരുപാട് പോയിന്റ്സ് കടന്നു പോകുന്നതുകൊണ്ട് ലിൻഡു ആ പറഞ്ഞ പോയിന്റ്സ് ഒന്ന് എഴുതി ഗ്രൂപ്പിലൊന്ന് ഇടുക. അത് കാരണം ഇപ്പോൾ എഴുതി എടുക്കുന്നവർക്ക് കിട്ടാതെ പോയാൽ അവരൊന്ന് വായിച്ചെടുക്കാനായിട്ടാണ് പറഞ്ഞത്. അങ്ങനെ കിട്ടുന്ന ഒരുപാട് പോയിന്റ്സ് ഇപ്പോൾ പറഞ്ഞു വേണ്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ 9 എണ്ണമൊക്കെ ഇപ്പം കിട്ടി കാണത്തില്ല. ഇപ്പൊ പറഞ്ഞു പോകുന്നോണ്ടേ എഴുതിയെടുക്കാൻ പാടാണ്. അപ്പൊ ഒന്ന് എഴുതിയിട്ടേക്കണേ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കയറാം. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സെന്റൻസുകളാണ്. ഇംഗ്ലീഷിലെ സെന്റൻസ് ഗ്രാമർ പാർട്ടാണ്. നമ്മൾ ഇംഗ്ലീഷ് തുടങ്ങുകയാണ്.
നമ്മൾ സെൻറ്റൻസ് ആണ് നമ്മളിന്ന് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. അത് വ്യൂബിൾ ആണെന്ന് പറയണം. സ്ക്രീൻ വന്ന അവിടെ കാണുന്നുണ്ടോ? കമൻറ്റ് ചെയ്താൽ മതി, പറയണമെന്നില്ല. ഓക്കെ, ഇത് എഴുതിയിരിക്കുന്ന അക്ഷരം ക്ലിയർ അല്ലേ? സെന്റൻസ് എഴുതിയിരിക്കുന്ന അതോ ഇത് വിസിബിലിറ്റി കൂട്ടണോ? കുറവില്ലല്ലോ. ഇല്ല കുഴപ്പമില്ല, കാണാം. എനിക്ക് കാണാം കേട്ടോ. എല്ലാവരും ഒന്ന് കാണാമെങ്കിൽ കമന്റ് ചെയ്യുന്നല്ലായിരിക്കും. നമുക്ക് സൈസ് കൂട്ടാനായിട്ടായിരുന്നു പറഞ്ഞത്. കാണാം. ഓക്കെ, അല്ലെങ്കിൽ എല്ലാവരും ഉണ്ടല്ലോ, സൂം ചെയ്താൽ മതി. ആ ഒരു ഭാഗം സൂം ചെയ്ത് നമ്മുടെ ഫോണിൽ തന്നെ സൂം ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ നമുക്ക് വ്യക്തമായിട്ട് കാണുന്നതായിരിക്കും. ഇപ്പം ഈ വലുപ്പത്തിലായിരിക്കും ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. പക്ഷേ എനിക്കിത് മലയാളം ടൈപ്പിംഗ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മംഗ്ലീഷിലായിരിക്കും ടൈപ്പ് ചെയ്യുന്നത്. ചില വാക്കുകളൊക്കെ നമുക്ക് മലയാളത്തിൽ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്ന മംഗ്ലീഷ്, പക്ഷേ മലയാളമല്ലേ എളുപ്പം. അപ്പം ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്ന മംഗ്ലീഷ് ആയിരിക്കും. നിങ്ങൾ ബുക്കിൽ എഴുതുന്നുണ്ടെങ്കിൽ അത് മലയാളത്തിൽ എഴുതാവുള്ളൂ. ഞാൻ പ്രത്യേകം പറയുകയാണ്. അപ്പോൾ മലയാളത്തിൽ ഇപ്പം ഞാൻ പറയുകയാണെന്ന് പറയുമ്പോൾ ഞാനിവിടെ ഇങ്ങനെ ആയിരിക്കും ഞാൻ എഴുതുന്നത്. അപ്പം ഞാൻ പറയുകയാണെന്ന് ഞാൻ ഇങ്ങനെ എഴുതുള്ളൂ. പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ എന്നെ എടുക്കണ്ടേ? മലയാളത്തിൽ തന്നെ എഴുതണം കേട്ടോ. ഞാൻ പറയുകയാണ് കേട്ടോ. ഞാൻ ഇവിടെ മംഗ്ലീഷ് കീബോർഡ്, അതായത് നമ്മുടെ മലയാളം കീബോർഡ് ഇതിൻ്റെ അത് കിട്ടാത്തതുകൊണ്ടാണ് ഞാനത് എഴുതുന്നത്. അതന്നെ നമ്മളെ ടൈപ്പ് എടുക്കാനും പാടല്ലേ. നിങ്ങൾ എഴുതുമ്പോൾ അങ്ങനെ എഴുതാവുള്ളൂ. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക് സെൻറ്റൻസ് ആണ്. നമ്മൾ ആദ്യം ഇംഗ്ലീഷ് ഗ്രാമറിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് സെൻറ്റൻസ് എന്താണെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ് സെൻറ്റൻസ് എന്ന് ആർക്കെങ്കിലും അറിയാമോ? എന്താണ് സെൻറ്റൻസ് എന്ന് ആർക്കെങ്കിലും അറിയാമോ? സെൻറ്റൻസ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയുമോ ആർക്കെങ്കിലും? ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നതിന് കാര്യം ഇതാണ്. അപ്പോൾ നമ്മൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പം നമ്മൾ ഈ പഠിച്ചു പോകും, മൊത്തത്തോടെ പഠിച്ചു പോകാൻ നോക്കുക. നമ്മൾ ഈ ഷോർട്ട് കട്ട് മെത്തേഡും ഈ കുറുക്ക് വഴികളൊക്കെ മാക്സിമം ഒഴിവാക്കി നോക്കുക. കാരണം ഈ PSC ലെവൽ പരീക്ഷ ചോദ്യങ്ങളാണ് നമുക്ക് ചോദിക്കുന്നത് മെയിൻലി. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട രീതി PSC രീതി പഠിച്ചാൽ ഈ PSC എഴുതുന്ന LDC, ലോ ഡിവിഷൻ ക്ലർക്ക്, ഈ സിവിൽ പോലീസ് ഓഫീസർ, പോലീസ് ടെക്സ്റ്റ്, ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചുമ്മാ ഇത് എക്സാം പാസ്സായാൽ മാത്രം മതി ആ പരീക്ഷയുടെ. അപ്പോൾ അവർക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് അവർക്ക് ഫോളോ അപ്പ് ചെയ്യാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് വിദ്യാർത്ഥികളെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെയല്ല. നമുക്ക് ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സ്കൂളിൽ പോയി അപ്ലൈ ഇതേപടി ചെയ്യേണ്ടതാണ്. മനസ്സിലായി? ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായി. അതായത് നമ്മളിപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡിൽ ഇപ്പം ഒരു ഇത് കാര്യം പഠിച്ചു വെച്ചു. അതിപ്പോൾ നമ്മളിപ്പം ട്രെയിനിൻ്റെ പ്രോബ്ലംസ്, മാത്സിലാണെങ്കിൽ ട്രെയിന്, ടൈം, ബാക്കിയുള്ള എന്നാ ഈ LCM, HCF ഇതൊക്കെ കാണുന്നതിന് ഒരുപാട് കുറുക്ക് വഴികളുണ്ട്. അപ്പോൾ ഈ കുറുക്ക് വഴികൾ പഠിക്കാൻ നല്ലതാണ്, നമുക്ക് സമയം ലാഭത്തിന് നല്ലതാണ്. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് വീണ്ടും അപ്ലൈ ചെയ്യേണ്ടതാണ് അല്ലേ? അപ്പോൾ കേട്ടിട്ടുന്ന പരിശോധന അവരതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ വരുമ്പം നമ്മൾ ക്ലാസ്സിൽ ചെന്ന് ആ കുറുക്ക് വഴി ഉപയോഗിക്കാൻ പറ്റത്തില്ല പിള്ളേരുടെ മുന്നിൽ. അതുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ മൊത്തം വ്യക്തമായിട്ട് പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് പഠിക്കുമ്പോൾ വ്യക്തമായിട്ടും പഠിക്കാം, കുറുക്ക് വഴിയും പഠിക്കാം. കുറുക്ക് വഴി എന്തിനാണ് പഠിക്കാം? നമുക്ക് പരീക്ഷയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ വ്യക്തമായിട്ട് പഠിക്കാൻ. നമ്മൾ സ്കൂളിൽ ചെന്ന് പിള്ളേരെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഇന്ന രീതിയിൽ പഠിച്ചിട്ട് കാര്യമുള്ളതെന്ന് പറയണ്ട. അല്ല അവിടെ ചെന്ന് കുറുക്ക് വഴി നമ്മൾ കാണിച്ചു കൊടുത്താൽ പിള്ളേർക്ക് വരുന്നത് 1 മാർക്ക് OMR ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല, അവർക്ക് ഓപ്ഷൻ ഇല്ല അല്ലേ? അപ്പോൾ അവർക്ക് അതേപടി സ്റ്റെപ്പ് എഴുതി കണ്ടുപിടിക്കണം. അത് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഈ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ മൊത്തത്തോടെ നമ്മൾ പഠിച്ചു പോകാൻ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ഇപ്പം നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലും നമുക്ക് മനസ്സിലായി. ഞാൻ ഇട്ടായിരുന്നു LPS UPSയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടായിരുന്നു. അതിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ട്രെയിന്, സമയം, മാത്സിൻ്റെ ആണെങ്കിലും സയൻസിൻ്റെ ആണെങ്കിലും ട്രെയിന് കാര്യങ്ങൾ, സമയം, ക്ലോക്ക്, ഇങ്ങനെ കലണ്ടർ, ഇങ്ങനത്തെ ചില എപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ഇതൊന്നും അതിനകത്ത് ചോദിച്ചില്ല. അവർ ചോദിച്ച മൊത്തം ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളാണ്. കണ്ടായിരുന്നോ? നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കുന്നതല്ലായിരിക്കും. അതിൻ്റെ അകത്ത് 15 ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിലും 15 ചോദ്യം ഒറ്റ ചോദ്യം പോലും ഷോർട്ട് കട്ട് വഴി കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ചോദ്യങ്ങളാണ്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് തന്നെ മീനാണ് നമുക്ക് ഷോർട്ട് കട്ട് രീതി പറ്റത്തില്ല എന്ന്. കാരണം നമുക്ക് ബാക്കിയുള്ള PSC പരീക്ഷ പോലെ അല്ല നമ്മുടെ ഈ പരീക്ഷ. നമ്മുടെ ഈ പരീക്ഷ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ജീവിതത്തിൽ വീണ്ടും ആപ്ലിക്കേഷൻ ഉള്ളതാണ്. നമ്മൾ ഇതിൻ്റെ ഈ പരീക്ഷ കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ല, ഈ ഒരു പഠിക്കുന്ന കാര്യം നമ്മൾ വീണ്ടും പിള്ളേരെ വരുന്ന എല്ലാ തലമുറകളെ നമ്മൾ പഠിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം വ്യക്തമായിട്ട് പഠിച്ചു പോയിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പഠിച്ചു പോകാൻ ശ്രമിക്കാം. ഷോർട്ട് കട്ടും പഠിക്കല്ലെന്നല്ല, ഷോർട്ട് കട്ടും പഠിക്കാം. ഓപ്ഷനൊക്കെ നമുക്ക് 2-3 ഓപ്ഷനൊക്കെ ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് 3ാമത്തെ ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം, അല്ലെ ശരിയായിട്ട് ഉത്തരം തിരഞ്ഞെടുക്കാം. അതെല്ലാം നമുക്ക് പഠിക്കാം. നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡും പഠിക്കും, ലോവർ മെത്തേഡും. ഒത്തിരി സമയമാവും, പക്ഷെ നമുക്ക് സമയമുണ്ടല്ലോ ഒരുപാട്. നമ്മളായാലും വെറുതെ ഇരിക്കല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ പഠിച്ചു പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് സെൻറ്റൻസ്? നമ്മുടെ ടോപ്പിക്കിലോട്ടോ. എന്താണ് സെൻറ്റൻസ്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ സെൻറ്റൻസ്? നമ്മൾ കൊച്ചു ക്ലാസ്സിൽ ഒരുപാട് കേട്ടിട്ടുള്ള സാധനമാണ് സെൻറ്റൻസ്. എന്താണ് സെൻറ്റൻസ്? ആർക്കെങ്കിലും പറയാമോ? മലയാളത്തിൽ വാക്യമാണെന്ന് തോന്നുന്നു പറയുന്നത് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അപർണ പറഞ്ഞത് ശരിയാണ്.
പക്ഷെ എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു ഉത്തരം കേൾക്കാനായിട്ടാണ് ഞാനും കാത്തിരുന്നത്. എല്ലാവരും പറയുക ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഞാനും കാത്തിരുന്ന ഉത്തരം ഇത് തന്നെയാണ്. അത് തന്നെ എനിക്ക് കിട്ടി. പക്ഷെ ആ പറഞ്ഞതിനകത്തൊരു ചെറിയ തെറ്റുണ്ട്. ചെറിയ തെറ്റിൽ ഒരു വലിയ തെറ്റ് തന്നെയുണ്ട്. കാരണം ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അപർണ പറഞ്ഞത് ശരിയാണ്. ഞാനൊരു സെന്റൻസ് എഴുതി കാണിക്കാവേ. ഞാൻ സെന്റൻസ് എഴുതി കാണിക്കാം. എ ഗ്രൂപ്പ് ഓഫ് മീനിങ് ഫുൾ വേർഡ്സോ? എന്താ ഉദ്ദേശിച്ചത്? എന്തിലാട്ടെ. അപർണ പറഞ്ഞത് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്നാണ് അപർണ പറഞ്ഞത്. അപ്പം ഞാനൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എഴുതി കാണിക്കാം. ഒരു കൂട്ടം വേർഡ്സ് എന്നല്ലേ അപർണ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ പറയുവാണ് നെയിം മൈ ഈസ് ജോ. ഈ ഇത് ഞാനൊരു സെന്റൻസ് ആണ്. നെയിം മൈ ഈസ് ജോ. ഇതൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അല്ലേ? ഇതൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അല്ലേ? നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നെയിം മൈ ഈസ് ജോ. ഇതൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇത് പ്രോപ്പറായിട്ടല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൻ്റെ കൂടെ ഒരു സെൻറ്റൻസ് കൂടി നമ്മൾ ആഡ് ചെയ്യണം. സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ്സ് ഗീവ്സ് എ കംപ്ലീറ്റ് മീനിങ് എന്ന്. അതേ സമയത്ത് ഞാൻ ഈ സെൻറ്റൻസിന് ഇങ്ങനെ അടിച്ചാൽ മൈ നെയിം ഈസ് ജോ എന്നടിച്ചാൽ, മൈ നെയിം ഈസ് ജോ എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഈ എഴുതിയ സെൻറ്റൻസിനൊരു മീനിങ് ഉണ്ട്. അതായത് ഞാനിപ്പോൾ രണ്ടാമത് എഴുതിയ സെൻറ്റൻസിന് ഒരു മീനിങ്, ശരിക്കുള്ള ഒരു മീനിങ് കൺവേ ചെയ്യുന്നുണ്ട്. പക്ഷെ ആദ്യം എഴുതിയ ഒരു സെൻറ്റൻസിന് നമുക്ക് ശരിയായിട്ടൊരു മീനിങ് കൺവേ ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായി? അതുകൊണ്ട് നമ്മൾ ആദ്യം എഴുതേണ്ടത് ഈ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞത് തെറ്റാണ്. കാരണം ഈ നെയിം മൈ ഈസ് ജോ എന്ന് പറഞ്ഞ കാര്യം തെറ്റാണ്. ഇറ്റ്സ് ആക്ച്വലി റോങ്. ഇതല്ല സെൻറ്റൻസ്. സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ മൈ നെയിം ഈസ് ജോ, ഇത് ഈ എഴുതിയ സാധനം ഇതാണ് ശരിയായിട്ട്. കാരണം അതിനെ പ്രോപ്പറായ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഗീവ്സ് എ കംപ്ലീറ്റ് മീനിങ്. മനസ്സിലായല്ലോ? സെൻറ്റൻസ് ഈസ് എ group of words that gives a complete meaning. ഇതാണ് ശരിക്കും സെന്റൻസിന്റെ ഒരു സെന്റൻസിന്റെ ഒരു എന്നാ ഇതിന് പറയുന്ന പേരെന്നാ? സെന്റൻസിന്റെ ഒരു ഡെഫിനിഷൻ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ സെന്റൻസിന്റെ ഒരു ഡെഫിനിഷൻ. സെന്റൻസ് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. നമ്മൾ ഇവിടെ വരെ പറഞ്ഞു നിർത്തും. പക്ഷേ എന്താ അത് ചെയ്യുന്നത്? അത് ശരിയായിട്ട് ഒരു മീനിങ്സ് നമുക്ക് കൺവേ ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ മാത്രമേ അത് എന്താവത്തുള്ളൂ? സെന്റൻസ് ആവത്തുള്ളൂ. ഇനിയും ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലോട്ട് എല്ലാവരും ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കും അല്ലേ? ഒരു സെന്റൻസ് നമ്മൾ എഴുതുമ്പം ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ്, നീതു ആദ്യം പറഞ്ഞ പോലെ ശൈലി എന്ന് പറയുന്നതിൽ ഓരോ ലാംഗ്വേജിനും ഓരോ ശൈലിയുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, മലയാളം ലാംഗ്വേജ്, ഹിന്ദി ലാംഗ്വേജ്, ഇങ്ങനെ ലാംഗ്വേജസിനും ഓരോ പ്രത്യേകതകളുണ്ട്. അത് പറയുമ്പോഴും എഴുതുമ്പോഴും എല്ലാം. അപ്പം നമ്മൾ മലയാളത്തിൽ ഒരു സെൻറ്റൻസ് നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ നേരെ ഇംഗ്ലീഷിലോട്ടാക്കുമ്പോൾ നമുക്ക് തെറ്റ് പറ്റും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇംഗ്ലീഷിലെ ഓർഡറും മലയാളത്തിലെ ഓർഡറും നമ്മൾ പഠിക്കുന്നില്ല. നമ്മളത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് തെറ്റ് വരത്തില്ല. അപ്പം നിങ്ങൾക്ക് തെറ്റ് വരുന്നതിൻ്റെ കാര്യം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഒരു സെൻറ്റൻസ് പറയാം. ഇപ്പം അവൻ ചായ കുടിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ചായ കുടിക്കുന്നു. നിങ്ങളിത് എഴുതുന്നുണ്ടെങ്കിൽ മലയാളത്തിൽ തന്നെ എഴുതാൻ നോക്കുക കേട്ടോ. ഞാൻ ചായ കുടിക്കുന്നു. ഒരു മിനിറ്റ്. ഹലോ, എന്തോ? എടാ നീ എഴുതുന്ന എനിക്ക് കാണത്തില്ല. കാണത്തില്ല? ഇല്ല, എനിക്ക് മാത്രമാണ്. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നെറ്റിന്റെ പ്രശ്നം. ഓക്കെ, അപ്പം ക്ലിയർ ആവാത്തതാണോ ചേച്ചി? ക്ലിയർ ആവാത്തതാണോ അതോ? അല്ലടാ, എനിക്കൊന്നും കാണത്തില്ല. എനിക്ക് ജോയുടെ പിക്ക് മാത്രമേ കാണത്തുള്ളൂ. അത് നെറ്റിന്റെ. അത് ഏത് ജോ എടുത്തു വെച്ചേക്കുന്നേ നോക്ക്. 2 ജോ ഇവിടെ ഉണ്ട്. ഒരു 16:40 കൂടുന്ന അതെ. അതല്ല മറ്റേ ജോ. മറ്റേതില്ല കേട്ടോ. മറ്റേ എന്നാ ഇത് പിൻ ചെയ്തിട്ടോണ്ടാണ് ഇത് വന്നത്. ഇതിന്റെ പിന്നൊന്ന് അഴിച്ചിട്ടാ മതി. കിട്ടിയോ? ഞാൻ ചായ കുടിക്കുന്നു. ഓക്കെ, നമുക്ക് പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ തെറ്റാണ്. കാരണം മലയാളത്തിലെ വേർഡ് പാറ്റേൺ അറേഞ്ച് ചെയ്യുന്നതും ഇംഗ്ലീഷിലെ വേർഡ് പാറ്റേൺ അറേഞ്ച് ചെയ്യുന്നതും തമ്മിൽ 2 വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഇപ്പം ഞാനൊരു സെന്റൻസ് എഴുതി ഞാൻ ചായ കുടിക്കുന്നു. നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിലും ഞാൻ ചായ കുടിക്കുന്നത് മലയാളത്തിൽ തന്നെ എഴുതണം കേട്ടോ.
ഞാൻ പറഞ്ഞ ഇംഗ്ലീഷിലായിരിക്കും ടൈപ്പ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചായ കുടിക്കുന്നു, ഒരു കോമൺ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, നമ്മളെ പോലുള്ള ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? ഞാൻ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എടുക്കും. ഞാനുള്ള ഇംഗ്ലീഷ് എന്നാ? ഐ അല്ലേ? ചായ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്നാ? ടീ അല്ലേ? കുടിക്കുന്നു, ഡ്രിങ്ക്. ഇനിയും ഇത് മലയാളത്തിൽ എഴുതിയല്ലേ, ഞാൻ ചായ കുടിക്കുന്നു എന്ന് ഞാൻ മലയാളത്തിൽ എഴുതുക. ഈ സെന്റൻസ് ഞാൻ ചായ കുടിക്കുന്നു എന്ന് മലയാളത്തിലാണ് കണ്ടോ, അതിന് ഒരു പ്രോപ്പറായിട്ടൊരു മീനിങ് ഉണ്ട്. പക്ഷെ ഇതൊന്ന് വായിച്ചു നോക്കിയേ, ഐ ടീ ഡ്രിങ്ക് എഴുതിയത് ശരിയാണോ? ശരിയല്ല. കാരണം മലയാളത്തിൽ വേർഡ് പാറ്റേൺ അറേഞ്ച് ചെയ്ത രീതിയും ഇംഗ്ലീഷിൽ വേർഡ് പാറ്റേൺ അറേഞ്ച് ചെയ്ത രീതിയും രണ്ടാണ്. അപ്പോൾ മലയാളത്തിലെ SOV ഓർഡറും ഇംഗ്ലീഷിലെ SVO ഓർഡറും അല്ലെങ്കിൽ ഓർഡർ അല്ലെങ്കിൽ പാറ്റേൺ നിങ്ങൾ എന്താണെന്ന് പഠിക്കണം. അതായത് SVO ഓർഡറും SVO ഓർഡർ ഇൻ ഇംഗ്ലീഷിൽ കേട്ടോ, ഇൻ ഇംഗ്ലീഷിൽ. മലയാളത്തിലാണെങ്കിൽ അത് SOV ഓർഡർ ആവും. SVO ഓർഡർ ഇൻ മലയാളം. എന്താണ് SOV ഓർഡറും SVO ഓർഡറും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമുക്ക് നോക്കാം എന്താണ് SOV ഓർഡറും SVO ഓർഡറും എന്താണ്. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഉണ്ട്, ഈ ഞാൻ എന്ന് എഴുതിയത്, ഈ ഞാൻ എന്ന് എഴുതിയതാണ് ഇവിടുത്തെ ആര്? എസ്സിന് പറയുന്നവരാണ് സബ്ജക്റ്റ് കേട്ടോ. ഇതാണ് സബ്ജക്റ്റ്, ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ മലയാളത്തിൽ സബ്ജക്റ്റ് ഞാനാണ്. ആരാ ചായ കുടിക്കുന്നത്? ഞാനാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റ് ഞാനാണ്. ചായ ആരാണ്? ചായയാണ് നമ്മുടെ ഒബ്ജക്റ്റ്. OBJECT നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ചായയാണ് നമ്മുടെ ഒബ്ജക്റ്റ്. പക്ഷെ കുടിക്കുന്നു എന്നുള്ളത് എന്നാ? വെർബാണ് അല്ലേ? വെർബ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ് വെർബ്. അപ്പം ഞാൻ ചായ കുടിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. ഇതിനകത്ത് വന്നത് ഞാൻ എന്നുള്ളത് സബ്ജക്റ്റും ചായ എന്നുള്ളത് ഒബ്ജക്റ്റും കുടിക്കുന്നു എന്നുള്ളത് വെർബുമാണ്. അപ്പം നോക്കിയേ, സബ്ജക്റ്റിൻ്റെ എസും ഒബ്ജക്റ്റിൻ്റെ ഓയും വെർബിൻ്റെ വിയും കൂടി ചേർത്ത് ഏത് ഓർഡറാണ്? SOV ഓർഡറാണ് മലയാളത്തിൽ നമ്മൾ പഠിക്കുന്നത്. SOV ഓർഡറാണ് നമ്മൾ മലയാളത്തിൽ പഠിക്കുന്നത്. ഇതാണ് പറഞ്ഞത്, SOV ഓർഡറാണ് നമ്മൾ മലയാളത്തിൽ പഠിക്കുന്നത്. ഈ ഓർഡർ, ഈ കാണുന്ന ഓർഡർ, മൗസ് കഴ്സർ ഓർഡർ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഈ ഓർഡറാണ് ഇപ്പം നമ്മൾ കണ്ടത്, SOV ഓർഡർ. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? SVO ഓർഡർ. നിങ്ങൾ ഇംഗ്ലീഷ് സെന്റൻസ് നോക്കി. SVO ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ ഓർഡറിനെ നിങ്ങളൊന്ന് ഇത് ഇംഗ്ലീഷിലോട്ട് ആക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലായി ഐ ആണ് ആര്? സബ്ജക്റ്റ് അല്ലേ? ഐ ആണ് നമ്മുടെ സബ്ജക്റ്റ്. ടി നമ്മുടെ ആരാ? ടി ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റ് ആണ്. ഡ്രിങ്ക് ആണ് നമ്മുടെ ആര്? വെർബായിട്ട് വന്നത്. പക്ഷെ മലയാളത്തിലെ ഓർഡർ നമ്മൾ പറഞ്ഞു, മലയാളത്തിൽ SOV ഓർഡറാന്ന് പറഞ്ഞു. പക്ഷെ ഇംഗ്ലീഷിൽ എന്ത് ഓർഡറേ വരാൻ പറ്റത്തുള്ളൂ? SVO ഓർഡറേ വരാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് കാണാൻ പറ്റും ഇംഗ്ലീഷിൽ നമ്മൾ ഈ ഓർഡറിനെ ഇപ്പം സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വെർബിനെ നമ്മൾ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ആക്കുവാണെങ്കിൽ ആ സെൻറ്റൻസ് ശരിയാണെന്ന് നോക്കാം. ഇവിടുത്തെ സബ്ജക്റ്റ് ആരായിരുന്നു? ഐ അല്ലേ? ഇനിയും ഇവിടുത്തെ ഒബ്ജക്റ്റ് ആരായിരുന്നു? നമുക്കിവിടെ ആരെ ആക്കേണ്ടത്? ഇവിടുത്തെ വെർബിനെയും ഒബ്ജക്റ്റിനെ നമുക്ക് അങ്ങോട്ട് തലതിരിക്കണം അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് ആരായിരുന്നു? ഡ്രിങ്ക് അല്ല, സോറി, ഇവിടുത്തെ ഒബ്ജക്റ്റ് മലയാളത്തിലെ ഒബ്ജക്റ്റ് ആരായിരുന്നു? ചായ അല്ലേ? അപ്പം ഇംഗ്ലീഷിലോട്ട് മാറുമ്പോൾ എന്നാവും? അവിടെ ആരാ വരേണ്ടത്? വെർബാ വരേണ്ടത്. അപ്പം ഞാൻ എന്നാ ചെയ്തത്? ഞാൻ കുടിച്ചു. എന്ത്? ഡ്രിങ്ക്. ഐ ഡ്രിങ്ക്. എന്നതാ ഞാൻ കുടിച്ചത്? ചായ അല്ലേ? ടീ. അല്ലേ നോക്കിയേ, ഇവിടെ സബ്ജക്റ്റും ഒബ്ജക്റ്റും വെർബുമാണ് കിടന്നത്. പക്ഷെ ഞാൻ താഴെ എഴുതിയപ്പം സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും ആക്കി. ഇപ്പം ഈ സെന്റൻസ് ഒരു മീനിങ് നിങ്ങൾക്ക് കൺവേ ചെയ്യുന്നുണ്ടോ? ഒരു മീനിങ് നിങ്ങൾക്ക് കൺവേ ചെയ്യുന്നുണ്ടോ? അതായത് ഐ ഡ്രിങ്ക് ടീ, ഞാൻ കുടിച്ചു എന്ത്? ചായ. പക്ഷെ ഇത് നോക്കിയേ, ഐ ടീ ഡ്രിങ്ക്, ഞാൻ ചായ കുടിച്ചു എന്ന് നമ്മൾ മലയാളത്തിലോട്ട് അതേപടി ആക്കിയതും പ്രോപ്പർ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ അതേ ആ സെൻറ്റൻസിനെ മാറ്റി നമ്മളുള്ള വ്യത്യാസം കണ്ടോ? ഇതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിൽ നേരെ ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വെർബ് എന്താണെന്ന് നോക്കി മാത്രമേ നമ്മൾ മാറ്റാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ മാറ്റുമ്പോഴാണ് നമുക്ക് ഈ തെറ്റ് പറ്റുന്നത്. നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് നല്ല രീതിക്ക് സംസാരിക്കാൻ പറ്റും. ഈ ഗ്രാമർ പാർട്ട് നമ്മൾ പഠിച്ചിരുന്നാൽ മതി. അതിൽ ഫസ്റ്റ് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റാണ് സബ്ജക്റ്റിൻ്റെയും ഒബ്ജക്റ്റിൻ്റെയും വെർബിൻ്റെയും പൊസിഷൻ എവിടെയാണ്. മലയാളത്തിൽ സബ്ജക്റ്റ് ഒബ്ജക്റ്റും വെർബും എവിടെയാണ്? സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വെർബ് ആണ് മലയാളത്തിൽ വരുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ വരുമ്പോഴോ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷിൽ വരുന്നത്. അപ്പം SOV ഓർഡറും SOV ഓർഡർ ഇൻ ഇംഗ്ലീഷും
സോറി SVO ഓർഡർ ഇൻ ഇംഗ്ലീഷും SOV ഓർഡർ ഇൻ മലയാളവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാനിത് പറയാൻ കാര്യം, നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് സെൻറ്റൻസുകളല്ലേ. അപ്പോൾ സെൻറ്റൻസ് എന്ന ഒരു സെൻറ്റൻസിനെ ആദ്യം എഴുതേണ്ട രീതിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ഇനി നമ്മൾ നോക്കുന്നത്, ഇപ്പം നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായെന്നായിരിക്കും, ഒന്നുകൂടി പറയണം അതിനെപ്പറ്റി. സബ്ജക്റ്റ് വെർബും ഓർഡറും, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വെർബ് ഓർഡറും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? ഒന്ന് കമൻറ്റ് ചെയ്തത് നല്ലതായിരുന്നു. അല്ലെങ്കിൽ ഒന്നുകൂടി പറയാം. ഇപ്പോൾ പറഞ്ഞ എന്താണ്, ഞാൻ ചായ കുടിക്കുന്നു എന്നുള്ളതിനെ ശരിയായ ഇംഗ്ലീഷ് രീതിയിലോട്ട് നമ്മൾ ഒബ്ജക്റ്റും വെർബും വെച്ച് മാറ്റുമ്പോഴും അല്ലാതെ നമ്മൾ മാറ്റി നോക്കുമ്പോഴുള്ള വ്യത്യാസം എന്താണ്? കിട്ടിയോ നിങ്ങൾക്ക്? ഓക്കെ, മനസ്സിലായി. ഇനി നമ്മൾ പോകുന്നത് സെൻറ്റൻസിൻ്റെ പർപ്പസ് അനുസരിച്ച് ശ്രദ്ധിക്കണം. സെൻറ്റൻസിൻ്റെ പർപ്പസിൻ്റെ അടിസ്ഥാനത്തിൽ, സെൻറ്റൻസിനെ അതിൻ്റെ പർപ്പസിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ തൊട്ടാണ് നമുക്ക് നമ്മുടെ ടോപ്പിക്കിന് പഠിക്കാനായിട്ടുള്ളത്. എന്തിന്? നമ്മുടെ തെറ്റിന് പഠിക്കാനുള്ളത്. സെൻറ്റൻസിനെ അതിൻ്റെ പർപ്പസിൻ്റെ അടിസ്ഥാനത്തിൽ 4ആയിട്ട് തിരിച്ചിരിക്കുന്നു. സെൻറ്റൻസിനെ അതിൻ്റെ എന്താ പറയുക, സെൻറ്റൻസിനെ അതിൻ്റെ പർപ്പസിൻ്റെ അടിസ്ഥാനത്തിലാണ് 4ആയിട്ട് തിരിച്ചിരിക്കുന്നത്. സെൻറ്റൻസിനെ പർപ്പസിൻ്റെ അടിസ്ഥാനത്തിൽ 4ആയിട്ട് തിരിച്ചിരിക്കുന്നു. 3, 4 4ആയിട്ട് തിരിച്ചിരിക്കുന്നു സെൻറ്റൻസിനെ അതിൻ്റെ പർപ്പസിൻ്റെ അടിസ്ഥാനത്തിൽ. അതിൽ ഒന്നാമത്തേതാണ് അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. എന്താണ് അസർട്ടീവ്? ASSERTIVE, അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തേതാണ്. എന്താണ്? സെൻറ്റൻസിനെ അതിൻ്റെ പർപ്പസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 4ആയിട്ടാണ് തിരിക്കുന്നത്. പർപ്പസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ. സെൻറ്റൻസിനെ അതിൻ്റെ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 4ആയിട്ട് തിരിച്ചിരിക്കുന്നു. ആ 4ആയിട്ട് തിരിച്ചതിൽ ഒന്നാമത്തേതാണ് അസർട്ടീവ് സെൻറ്റൻസുകൾ അഥവാ ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകൾ. മനസ്സിലായോ? അപ്പം ഇതിൽ ഒന്നാമത്തേത് എന്താണെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ, അസർട്ടീവ് എന്ന് വെച്ചാൽ മീനിങ് എന്നറിയോ? അസേർട്ടിൻ്റെ മീനിങ് എന്നറിയോ? അസേർട്ട് എന്ന വാക്കിൻ്റെ മീനിങ് എന്നറിയോ? ഇപ്പോൾ ഒരാൾ പ്രതിജ്ഞ ചെയ്യുമ്പോൾ നമ്മൾ പറയും അയാൾ അസേർട്ട് ചെയ്യുകയെന്ന് പറയും അല്ലേ? എന്ന് വെച്ചാൽ എന്നാ ശരിയായിട്ടുള്ള മീനിങ് അറിയാം നിങ്ങൾക്ക്? അസേർട്ട് എന്ന് വെച്ചാൽ പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ പ്രസ്താവിക്കുക. ഒരു കാര്യം നമ്മളൊരു പ്രസ്താവിച്ച് പറയുക അല്ലെങ്കിൽ പ്രഖ്യാപിച്ച് പറയുക എന്ന് പറയത്തില്ലേ, അതിന് പറയുന്ന മീനിങ് ആണ് നമ്മൾ അസേർട്ട് എന്ന് പറയുന്നത്. ഇതേ മീനിങ് തന്നെയാണ് ഇതിന് തന്നെ പറയുന്ന പേരാണ് ഡിക്ലറേറ്റീവ്. അപ്പോൾ അസേർട്ടിൻ്റെ മീനിങ്ങും ഡിക്ലറേറ്റീവ് മീനിങ്ങും രണ്ട് സെയിം ആണ്. അതായത് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു കാര്യം നമ്മൾ പ്രസ്താവിക്കുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്യുന്ന സെൻറ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? അസേർട്ടീവ് സെൻറ്റൻസുകൾ അഥവാ ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകൾ. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് ഞാൻ പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസിന് എന്ത് ഒരു ഉദാഹരണമാണ് ഏ ടൈപ്പ് ഓഫ് സെൻറ്റൻസ്? അസർട്ടീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കിയാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രീതിക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസിന് ഒരു എക്സാമ്പിൾ പറയാമോ? ഹി ഈസ് എ ഗുഡ് ടീച്ചർ അല്ലേ? ഹി ഈസ് എ ഗുഡ് ടീച്ചർ. ഇത് നോക്കിയേ, ഹി ഈസ് എ ഗുഡ് ടീച്ചർ. ഇതിൻ്റെ മീനിങ് എന്നാ? അവൻ ഒരു നല്ല അധ്യാപകനാണ്. അതൊരു കാര്യം പ്രസ്താവിക്കുകയല്ലേ ചെയ്തത് അവിടെ? അവനൊരു നല്ല അധ്യാപകനാണ് എന്ന്. അതിൻ്റെ അത് വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പം ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് പറയുന്ന ഒരു സെൻറ്റൻസ് എന്ന് പറയുന്ന പേരാണ് എന്ത്? അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇനിയും വേറൊരു സെൻറ്റൻസ് നോക്കാം. തിരുവനന്തപുരം ഈസ് ദി ക്യാപിറ്റൽ ഓഫ് കേരള അല്ലേ? തിരുവനന്തപുരം അല്ലേ കേരളത്തിൻ്റെ തലസ്ഥാനം. അപ്പോൾ അത് ശരിയായിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇതും ഒരു എന്ത് ടൈപ്പ് സെൻറ്റൻസ് ആണ്? അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ്. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലല്ലേ പറഞ്ഞത്? ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെ തലസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. കാരണം നമുക്ക് മാറ്റാൻ പറ്റുമോ? കൊല്ലവോ കോഴിക്കോടോ നമ്മുടെ കോട്ടയമോ ആക്കാൻ പറ്റുമോ? ഇല്ല. കാരണം തിരുവനന്തപുരം തന്നെയാണ് ആക്കി വെച്ചിരിക്കുന്നത്. അത് അതേപടി നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ ആ ടൈപ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ പറഞ്ഞാണ് ഇത് അല്ലേ? സ്റ്റേറ്റ്മെൻ്റ് അല്ലേ ഇത് പറഞ്ഞിരിക്കുന്നത്? തിരുവനന്തപുരം ഇസ് ദി ക്യാപിറ്റൽ ഓഫ് കേരള. അപ്പോൾ ഇങ്ങനെ തിരുവനന്തപുരം ആണ് കേരളത്തിൻ്റെ തലസ്ഥാനം എന്ന് എടുത്ത് തന്നെ പറയുക, അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ അത് ഈ ടൈപ്പ് സെൻറ്റൻസ് ആയിരിക്കും? അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. മറക്കത്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങൾ മറന്നാലും കുഴപ്പമില്ല, ഞാനൊരു കോഡ് പറഞ്ഞുതരാം. ഇത് പഠിക്കാനൊരു എളുപ്പമാർഗ്ഗം. നിങ്ങളോടിപ്പം ക്വസ്റ്റ്യൻ വരുന്നത് ഒരു സെൻറ്റൻസ് അവർ തരും, അത് ഏത് സെൻറ്റൻസ് ആണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് തരുന്നത്. ഇപ്പം നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് ആണ് നിങ്ങൾ തന്നെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കോഡ്
നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട് അല്ലേ? യൂട്യൂബിനിടെ ഒരുപാട് വീഡിയോസ് കാണുമ്പോൾ ചില അലമ്പായിട്ട് ചില സാധനങ്ങൾ കയറി വരും. എന്നതാ? ആടല്ലേ? ആട് കയറും. ADS ഉണ്ടോ? ADS ആർട്സിൻ്റെ നമ്മൾ ചെറുതായിട്ട് പറയുന്നില്ലേ? ആർട്ട് എൻസ് ഇൻ 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് നമ്മൾ എഴുതി വരും. സോറി, തിരിഞ്ഞല്ലേ വരുന്നത്. ആർട്ട് ക്ലോസ് ഇൻ 5 സെക്കൻഡ് 4 സെക്കൻഡ് 3 സെക്കൻഡ് 2 സെക്കൻഡ് 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ വീണ്ടും പ്ലേ ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബിൽ കാണുന്ന ആർട്സ് ഇല്ലേ? ADS നമ്മൾ യൂട്യൂബിൽ കാണുന്ന ആർട്സ് ആണ് നമ്മുടെ കോഡ്. ഓക്കെ, ആർട്സ് ആണ് നമ്മുടെ കോഡ്. അപ്പോൾ ഇതിലെ A എന്താണ് ഉദ്ദേശിക്കുന്നത്? അസർട്ടീവ്. ഇതിലെ A എന്താണ് ഉദ്ദേശിക്കുന്നത്? അസർട്ടീവ്. A ഉദ്ദേശിക്കുന്നത് എന്താണ്? അസർട്ടീവ്. D ഉദ്ദേശിക്കുന്നത് എന്താണ്? അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് എന്ന് ഞാൻ പറഞ്ഞു. അസർട്ടീവിൻ്റെ Aയും ഡിക്ലറേറ്റീവിൻ്റെ Dയും. അസർട്ടീവിന് Aയും ഡിക്ലറേറ്റീവിന് Dയും. എസ് എന്ന് വെച്ചാൽ എന്നാ? സ്റ്റേറ്റ്മെന്റ്. അപ്പം ഒരു അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്ത് രീതിയിലുള്ള ഇതാണ്? ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിൽ നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞാൽ അതിന് പറയുന്ന പേരെന്താണ്? അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന്. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നമ്മൾ നോക്കുന്നത് രണ്ടാമത്തേത് ഇമ്പരേറ്റീവ് സെന്റൻസ് എന്നാണ്. IMPERATIVE ഇമ്പരേറ്റീവ് സെന്റൻസ് എന്നാണ്. ആദ്യം പഠിച്ചത് എന്നായിരുന്നു? അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ്. അതിൻ്റെ കോഡ് എന്നായിരുന്നു? ADS. ഓർത്തിരുന്നോണേ. അടുത്തത് ഇമ്പരേറ്റീവ് സെന്റൻസ് എന്താണ് നമ്മൾ നോക്കുന്നത്. ഇമ്പരേറ്റീവ് സെന്റൻസ് എന്താണ് എന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരു കാര്യം, ഇപ്പം ഞാൻ എനിക്കൊരു പേന വേണം. എനിക്ക് അടുത്തിരിക്കുന്നവരൊന്നും ഒരു പേന വേണം. അപ്പം ഞാൻ എന്നെ ചോദിക്കുന്നത് പ്ലീസ് ഗീവ് മി യുവർ പെൻ എന്ന് പറയും അല്ലേ? അല്ലെങ്കിൽ വിൽ യു പ്ലീസ് ഗീവ് മി യുവർ പെൻ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഈ ഒരു കമാൻഡ്, ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു അപേക്ഷ, നമുക്കൊരു ആഗ്രഹം, ഇങ്ങനെയുള്ള ഇതൊക്കെ പറയുന്ന പേരാണ് എന്ത്? ഇമ്പരേറ്റീവ് സെന്റൻസ്. ആദ്യം പഠിച്ചത് തന്നെയായിരുന്നു ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രസ്താവിച്ച് പറയാം. എനിക്കത് വേണം എന്ന് നമ്മൾ പറഞ്ഞാൽ അത് ഈ ടൈപ്പ് സെന്റൻസ് ആണ്, സ്റ്റേറ്റ്മെന്റ് ആയി പോകും. പക്ഷെ ഇവിടെ എനിക്കത് തരുമോ എന്ന് ചോദിച്ചാൽ അത് ഈ ടൈപ്പ് സെന്റൻസ് ആയി പോകും, ഇമ്പരേറ്റീവ് സെന്റൻസ്. കാരണം രണ്ടും തമ്മിലുള്ള വ്യത്യാസവും കണ്ടു. അസർട്ടീവ് സെന്റൻസിൻ്റെ അത് ഞാൻ പറയുന്നത് എനിക്കത് വേണം, എനിക്കത് കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഞാൻ പറയുന്നത്, എനിക്കത് കിട്ടിയേ തീരത്തുള്ളൂ. പക്ഷെ ഇമ്പരേറ്റീവിന് അത് പറയാം, ദയവായി എനിക്ക് തരുമോ അല്ലെങ്കിൽ നീ എനിക്ക് തരാൻ മനസ്സുണ്ടാകുമോ എന്നൊക്കെ നമ്മളത് വിനയത്തോടെ ചോദിച്ചാൽ അത് ഈ ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ്, ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. അപ്പം ഇമ്പരേറ്റീവ് സെന്റൻസ് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞാൽ നിങ്ങൾ എഴുതിക്കോ. ഇതിൻ്റെ അകത്ത് ഓർഡർ വരും. വരാം, കമാൻഡ് വരാം, റിക്വസ്റ്റ് വരാം, പ്ലീസ് തുടങ്ങത്തില്ല നമ്മൾ, പ്ലീസ് ഗീവ് യുവർ പെൻ എന്ന് വയ്ക്കുക, അങ്ങനെ പ്ലീസ് വരാം. പിന്നെ നമ്മുടെ പ്രെയർ, നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ, ഓ ലോഡ് പ്ലീസ് ഹെൽപ്പ് അസ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ പ്രെയർ ആയിട്ട് പറയുന്നത് വരാം. പിന്നെ വിഷ്, നമ്മൾ പറയുന്ന ആഗ്രഹങ്ങൾ, ഐ വിഷ് ടു ബി എ ഡോക്ടർ, ഐ വിഷ് ടു ബി എ ഗുഡ് ടീച്ചർ എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞാൽ അത് ഈ ടൈപ്പ് സെന്റൻസ് ആണ്, ഇമ്പരേറ്റീവ് സെന്റൻസ്. അതായത് ഇപ്പം എനിക്കൊരു ആഗ്രഹം പറയാനുണ്ട്, എനിക്ക് ഒരു ടീച്ചറാകണമെന്ന്, എനിക്കൊരു നല്ലൊരു ടീച്ചറാണെന്ന് എനിക്ക് ആഗ്രഹം പറയാനുണ്ടെങ്കിൽ ഞാൻ അത് ഈ ടൈപ്പ് സെന്റൻസ് ആണ്, നമ്മുടെ ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. അപേക്ഷ, ആഗ്രഹം, അനുവാദം, പിന്നെ എന്നാ പ്രാർത്ഥന, ആശംസ, ആജ്ഞ, ഇതെല്ലാം ഈ ടൈപ്പ് സെന്റൻസ് ആണ്, ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. 2-3 എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇമ്പരേറ്റീവ് സെന്റൻസിന് എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണ്. ഇമ്പരേറ്റീവ് സെന്റൻസിന് എക്സാമ്പിൾ പ്ലീസ് കം അല്ലേ? സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്ലീസ് കം, PLAC, പ്ലീസ് കം, ദയവായി വരൂ. ദയവായി വരിക എന്ന് വെച്ചാൽ നമ്മളൊരു അപേക്ഷിച്ചല്ലേ പറയുന്നത്, ദയവായി കടന്നു വരൂ, അല്ലെങ്കിൽ വിൽ യു പ്ലീസ് കം എന്ന് ചോദിക്കുന്നത് നമ്മൾ ഒരു അപേക്ഷ രീതിയിലാണ് വയ്ക്കുന്നത്. അപ്പം അത് ഏത് ടൈപ്പ് സെന്റൻസ് ആണ്? ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. രണ്ടാമത് ഒരു സെന്റൻസ് നമ്മൾ നോക്കുകയാണ്, സ്റ്റോപ്പ് ടോക്കിംഗ്, മിണ്ടാതിരി, സ്റ്റോപ്പ് ടോക്കിംഗ്. നമ്മൾ സ്കൂളിൽ ചെന്നാൽ ഇനി പറഞ്ഞ് തുടങ്ങേണ്ട ഒരു സാധനമാണ് സ്റ്റോപ്പ് ടോക്കിംഗ്. അപ്പോൾ സ്റ്റോപ്പ് ടോക്കിംഗ് എന്ന് വെച്ചാൽ ഒരു ഓർഡർ ഇടുക അല്ലെങ്കിൽ കമാൻഡ് കൊടുക്കുക, നമ്മൾ മിണ്ടാതിരി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സ്റ്റോപ്പ് ടോക്കിംഗ്. പിന്നെ ഈ പോലീസുകാർ, പട്ടാളക്കാരെല്ലാം ഉപയോഗിക്കുന്ന സെന്റൻസുകളെല്ലാം ഈ ടൈപ്പ് സെന്റൻസ് ആണ്, ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. അങ്ങനെയും ചോദ്യം വരാം. അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഇമ്പരേറ്റീവ്, അവർ കൂടുതലായിട്ട് കൊടുക്കുന്ന കമാൻഡ്സ് അല്ലേ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഓർഡർ അല്ലേ കൊടുക്കുന്നത്. പോലീസുകാർ, പട്ടാളക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സെന്റൻസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. അങ്ങനെ ചോദ്യം വരാം. ഇനി വേറൊന്നും എഴുതുവാണ് ഞാൻ. ഇമ്പരേറ്റീവ് സെന്റൻസിന് ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞ പ്രെയർ വരാമെന്ന് അല്ലേ? ഹെൽപ്പ് അസ് ഓ ലോഡ് എന്ന് വെച്ചാൽ ദൈവമേ ഞങ്ങളെ സഹായിക്കൂ. അങ്ങനെ പ്രാർത്ഥനയ്ക്കും
പ്രാർത്ഥന ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ഇമ്പരേറ്റീവ് സെന്റൻസിന്റെ അണ്ടറിൽ വരുന്നതാണ് അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഓർഡർ വരാം, കമാൻഡ് വരാം, റിക്വസ്റ്റ് വരാം, പ്ലീസ് വരാം, പ്രെയർ വരാം, വിഷ് വരാം. മലയാളത്തിൽ പറഞ്ഞാൽ അതൊക്കെ വരാം. ആജ്ഞ വരാം, അപേക്ഷ വരാം, അനുവാദം വരാം, ആശംസ വരാം, ആഗ്രഹം വരാം, പ്രാർത്ഥന വരാം. ഇതെല്ലാമാണ് ഈ ടൈപ്പ് ഓഫ് സെന്റൻസ്, ഇമ്പരേറ്റീവ് ടൈപ്പ് ഓഫ് സെന്റൻസ്. ഇനി നമുക്ക് ഇതിനൊരു കോഡ് പഠിക്കണ്ടേ? തീർച്ചയായിട്ടും പഠിക്കണം. ഇമ്പരേറ്റീവ് സെന്റൻസിനെ സാധാരണയായിട്ട് പറയുന്നത് റിക്വസ്റ്റ് എന്നാണ്. സാധാരണയായിട്ട് നമ്മൾ എവിടെ വായിച്ചാലും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ റെഫർ ചെയ്ത് നമ്മൾ കാണുന്നത് ഇവയെ സാധാരണയായിട്ട് വിളിക്കുന്ന റിക്വസ്റ്റ്. അതായത് നമ്മൾ എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യുന്നതിന് കോമൺ ആയിട്ട് പറയുന്നവയാണ് റിക്വസ്റ്റ്. ഇവയെ സാധാരണയായിട്ട് പറയുന്ന റിക്വസ്റ്റ് ആണ്. അതുകൊണ്ട് നമ്മുടെ കോഡും ഈ റിക്വസ്റ്റിനെ കണക്ട് ചെയ്താണ്. നമ്മളെല്ലാവരും ഒരു സിനിമ കണ്ടിട്ടില്ല, നമ്മുടെ റെഡ് ചില്ലീസ് ആണെന്ന് തോന്നുന്നു. അതിൻ്റെ അകത്ത് മോഹൻലാലിൻ്റെ പേര് OMR ആണെന്ന് തോന്നുന്നു അല്ലേ? OMR എന്നല്ലേ ഇതിൻ്റെ അകത്ത് പറയുന്ന? OMR എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ OMR ആയതുകൊണ്ട് നമുക്ക് ഇതിനെ നേരെ എങ്ങനെ ആക്കാം? IMR എന്നാക്കാം അല്ലേ? IMR. അപ്പം IM എന്തായിട്ടാണ് നമ്മൾ നോക്കേണ്ടത്? IM എന്ന് വെച്ചാൽ അപ്പം എന്നാ? IM എന്ന് വെച്ചാൽ ആരാ? ഇമ്പരേറ്റീവ്. R ഫോർ റിക്വസ്റ്റ്. റിക്വസ്റ്റ് എന്ന് മാത്രം ഓർത്താൽ മതിയോ? പോരാ. റിക്വസ്റ്റിനൂടെ ആരൊക്കെ വരും? ഓർഡർ, കമാൻഡ്, പ്ലീസ്, പ്രെയർ, വിഷ്, ഇതെല്ലാം വരും റിക്വസ്റ്റ്. അപ്പോൾ ഈ ഒരെണ്ണം ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ആജ്ഞ, അപേക്ഷ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്ന ഏതിലാണ്? ഇമ്പരേറ്റീവിലാണ് വരുന്നത്. അപ്പോൾ എന്താണ് ഇമ്പരേറ്റീവ് സെന്റൻസ്? നമ്മൾ ഒരാളുടെ ഒരു ആജ്ഞ, അപേക്ഷ, കാര്യം ചോദിക്കുന്നത്, ഒരു ആഗ്രഹം നമ്മൾ പങ്കുവെക്കുന്നത്, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ഇതെല്ലാം ഈ ടൈപ്പ് സെന്റൻസ് ആണ്, ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ ഇതിന്റെ കോഡ് എന്നാണ്? OMR അല്ല, IMR. ഓർക്കണം, OMR അല്ല. എന്താണ് നമ്മുടെ കോഡ്? IMR ആണ് നമ്മുടെ കോഡ്. നമ്മൾ ആദ്യം പഠിച്ച ഒരു കോഡ് ഉണ്ടായിരുന്നു, എന്നാ ഓർക്കുന്നുണ്ടോ? ADS. A ഫോർ അസർട്ടീവ്, D ഫോർ ഡിക്ലറേറ്റീവ് ആൻഡ് S ഫോർ സ്റ്റേറ്റ്മെന്റ്. എന്ന് വെച്ചാൽ എന്നാ? അസർട്ടീവ് സെന്റൻസും ഡിക്ലറേറ്റീവ് സെന്റൻസും എപ്പോഴും എന്തായിരിക്കും? ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിലായിരിക്കും പറയുന്നത്. ഇപ്പോൾ പഠിച്ചത് എന്നാ? ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത് റിക്വസ്റ്റ് ആയിരിക്കും. അതിന് പറഞ്ഞ കോഡ് IMR. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്ത സെന്റൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പരേറ്റീവ് സെന്റൻസ്. ഇമ്പരേറ്റീവ് സെന്റൻസ് കഴിഞ്ഞാൽ ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് INTERROGATIV. ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്താണ്? ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്താണ് എന്ന് ഞാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചോദ്യം ചോദിക്കുക ഒരാളോട്. വാട്ട് ഈസ് യുവർ നെയിം? ഹൗ ഓൾഡ് ആർ യു? ഹൂ ആർ യു? കണ്ടോ, ഇതിൻ്റെ എല്ലാ ഫ്രണ്ടിൽ ഒരു സാധനം വന്നു. എന്നാ? ക്വസ്റ്റ്യൻ നമ്മളെപ്പോഴും ചോദിക്കുന്നില്ല. വാട്ട്, ഹും, ഹൂസ്, വെന്, വെയർ, വൈ, ഹൗ, വിച്ച്, വാട്ട്, ഇതെല്ലാം ക്വസ്റ്റ്യൻ അല്ലേ? ഇങ്ങനെ ക്വസ്റ്റ്യൻ രീതി വരുന്ന എന്ത് ഒരു സെന്റൻസ് വന്നാലും അത് ഈ ടൈപ്പ് സെന്റൻസ് ആണ്. അതായത് ക്വസ്റ്റ്യൻ രീതിയിൽ നമ്മളോട് എന്ത് ചോദിച്ചാലും കളർ വേറെ കൊടുക്കാം. ഇതെല്ലാം ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ രീതിയിൽ നമ്മളോട് ക്വസ്റ്റ്യൻ രീതിയിൽ എന്ത് ഒരു സെന്റൻസ് ചോദിച്ചാൽ, ക്വസ്റ്റ്യൻ രീതിയിൽ ഒരു സെന്റൻസ് ചോദിച്ചാൽ അത് ഈ ടൈപ്പ് സെന്റൻസ് ആയിരിക്കും, ഇൻറ്ററോഗേറ്റീവ് സെന്റൻസ് ആയിരിക്കും. അപ്പം ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കിയാലോ. ക്വസ്റ്റ്യൻ രീതിയിൽ എന്തും വരാം. വാട്ട്, വിച്ച്, വെയർ, ഹൂ, ഹും, ഹൂസ്, ഹൗ മെനി, ഹൗ മച്ച്, ഹൗ ഓഫ്റ്റൻ, ഇതെല്ലാം വരാം. ഹൂസ്, ഇതെല്ലാം വരാം. അപ്പോൾ ഇത് കൂട്ടി ഒരു സെന്റൻസ് പറഞ്ഞേ, വാട്ട് ഈസ് യുവർ നെയിം അല്ലേ? വാട്ട് ഈസ് യുവർ നെയിം? വാട്ട് ഈസ് യുവർ നെയിം? എന്താണ് നിന്റെ പേര് എന്ന്. ഇതിൻ്റെ അവസാനം ഒരു സാധനം ഇടും. എന്താണെന്നറിയോ? ക്വസ്റ്റ്യൻ മാർക്ക്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടാലും നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം ഏതാണ്. അത് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ഇതിനൊരു അങ്ങനെ വേണം ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻ മാർക്ക് അവസാനം കണ്ടാൽ അവ ഏത് ടൈപ്പ് സെന്റൻസ് ആയിരിക്കും? ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആയിരിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെ, ഈ അസർട്ടീൻ്റെയും ഇമ്പരേറ്റീവിൻ്റെയും അവസാനം എന്നായിരിക്കും? ഒരു കുത്തായിരിക്കും. ജസ്റ്റ് ഒരു കുത്തായിരിക്കും. അപ്പം ഇതിൻ്റെ എല്ലാം അവസാനം വരുന്നത് നമ്മുടെ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ്. അതിൻ്റെ അവസാനം വരുന്നത് ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും. ബാക്കി രണ്ടെണ്ണത്തിന് മുമ്പേ പഠിച്ച രണ്ടെണ്ണത്തിൻ്റെ അവസാനം വരുന്നത് എന്തായിരിക്കും? ഫുൾ സ്റ്റോപ്പ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇൻട്രോഗേറ്റീവ് സെന്റൻസിലോട്ട് വരാം. വാട്ട് ഈസ് യുവർ നെയിം? എന്താണ് നിന്റെ പേര്? ഹൗ ഓൾഡ് ആർ യു? നിനക്ക് എത്ര വയസ്സുണ്ട്? ഇതെല്ലാം ചോദ്യ രൂപത്തിലല്ലേ ചോദിക്കുന്നത്. ഇങ്ങനെ ചോദ്യ രൂപത്തിൽ ചോദിക്കുന്ന എന്തിനും പറയുന്ന പേരാണ് എന്ത്? ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഫ്രെയിം ചെയ്തെടുക്കും അല്ലേ? ഹൗ ഈസ് യുവർ നെയിം? ഹൗ മെനി ലെസൺസ് ഡു യു ഹാവ് സ്റ്റഡി ഇൻ എ വീക്ക്? ഇങ്ങനെ ക്വസ്റ്റ്യൻ രീതിയിൽ എന്ത് ചോദിച്ചാലും അത് എന്ത് പറയുന്ന പേരാണ്? അത് ഈ ടൈപ്പ് സെന്റൻസുകളാണ്, ഇൻട്രോഗേറ്റീവ് സെന്റൻസുകളാണ്. അപ്പം ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ രീതിയിൽ
ഏത് ടൈപ്പ് സെൻറ്റൻസ് ചോദിച്ചാലും അവയെ പറയുന്ന പേരാണ് എന്ത്? ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന്. ഇതിന് നമുക്കൊരു കോഡ് പഠിച്ചാലോ? ഒരു കോഡ് പഠിക്കാം. ആ കോഡ് വേറൊന്നുമല്ല, നമ്മൾ IQ എന്നറിയാം അല്ലേ? IQ എന്ന് വെച്ചാൽ ഭയങ്കര IQ ഉള്ളതെന്ന് വെച്ചാൽ ഭയങ്കര IQ ലെവൽ ഭയങ്കര ഹൈ ആണെന്ന് പറയും അല്ലേ? IQ EQ നമ്മൾ സൈക്കോളജിക്കകത്ത് പഠിച്ചതാണ് ലാസ്റ്റ് സെമ്മിൽ. IQ ആൻഡ് EQ തമ്മിലുള്ള വ്യത്യാസവും കാര്യങ്ങളെല്ലാം പഠിച്ചതാണ്. അപ്പോൾ അതിലോട്ട് ഞാൻ ഒത്തിരി പോകുന്നില്ല, നമ്മുടെ കോഡൊന്നുമില്ല. IQ ആണ്. I for what? I for interrogative and Q for question. ക്വസ്റ്റ്യൻ രീതിയിൽ എന്ത് ചോദിച്ചാലും എന്താണ്? ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. ആദ്യം പഠിച്ച കോഡ് എന്നായിരുന്നു? ഓർത്തെ ADS എന്ന് വെച്ചാൽ നമ്മുടെ ആർട്സ്, നമ്മുടെ യൂട്യൂബ് വരുന്ന ആർട്സിന് പറയുന്ന പേരാണ് അസർട്ടീവ്. ഡിക്ലറേറ്റീവ് ആണെങ്കിൽ അത് ഏതായിരിക്കും? സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. രണ്ടാമത് പഠിച്ച കോഡോ OMR അല്ല, പകരം IMR. IM ഫോർ ഇമ്പരേറ്റീവ് ആൻഡ് R ഫോർ റിക്വസ്റ്റ് പ്ലീസ്, കമാൻഡ്, പ്രയർ, വിഷ് ഇവയൊക്കെ വന്നാൽ എന്ത് ടൈപ്പ് സെൻറ്റൻസ് ആണ്? ഇമ്പരേറ്റീവ് സെൻറ്റൻസ്. മൂന്നാമത് പഠിച്ച എന്നാണ്? IQ. I എന്ന് വെച്ചാൽ എന്നാ? ഇൻട്രോഗേറ്റീവ് ആൻഡ് Q ഫോർ ക്വസ്റ്റ്യൻ. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ലാസ്റ്റ് വണ്ണിലോട്ട് പോകാം. ലാസ്റ്റ് വൺ ആണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. എല്ലാവർക്കും അറിയാം അല്ലേ? ഏറ്റവും എളുപ്പമുള്ള സാധനമാണ്. ലാസ്റ്റ് വൺ ആണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ് നമുക്ക് അവസാനം പഠിക്കാനുള്ളത്. അപ്പോൾ ലാസ്റ്റ് വൺ ആണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. പറയാതെ തന്നെ അറിയാം എന്താണ്? എന്തെങ്കിലും ഒരു ആശ്ചര്യഭാവം അല്ലെങ്കിൽ ഒരു ഫീലിങ്സ്, ഒരു സ്ട്രോങ് ഫീലിംഗ് ആട്ടോ, അല്ലെ ചുമ്മാ എനിക്കൊരു ഫീലിംഗ് അല്ല പറയുന്നത്. ഇപ്പം ഞാനൊരു പാമ്പിനെ കണ്ടു, ഞാൻ പറയുന്നത് അയ്യോ പാമ്പ് എന്നാ ഞാൻ പറയുന്നില്ലേ? അയ്യോ അമ്മ ഓടി വരണേ എന്നൊക്കെ പറയും അല്ലേ? അയ്യോ കർത്താവ് ഒരു പാമ്പെന്ന് പറയും അല്ലേ? അല്ലാതെ അയ്യോ പാമ്പ് എന്ന് നമ്മൾ ആരും പറയോ? ഇല്ല. അപ്പോൾ നമ്മളൊരു സ്ട്രോങ് ഫീലിംഗിലാണ് പറയുന്നത്. നമുക്ക് പേടിച്ചിട്ടൊരു വീഡിയോ, ഒരു പാമ്പിനെ കണ്ടപ്പോൾ അയ്യോ പാമ്പെന്നല്ലേ നമ്മൾ പറയുന്നത്. അല്ലാതെ ഒരു ആരെങ്കിലും പുച്ഛിച്ച രീതിയിൽ പാമ്പിനെ കണ്ടാൽ സംസാരിക്കുമോ? അയ്യേ ഒരു പാമ്പെന്ന് പറയുമോ? ഇല്ല. അപ്പം ഇങ്ങനെ എക്സ്ക്ലമേറ്ററി, നമ്മൾ ഭയങ്കര ആശ്ചര്യത്തോടെ അതിശയത്തോടെ പറയുന്ന സെൻറ്റൻസുകളല്ലേ ഈ ടൈപ്പ് സെൻറ്റൻസ് ആണ്? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അലാസ് വി വോൺ ഇല്ലേ? അലാസ് വി വോൺ. ഞങ്ങൾ ജയിച്ചേ എന്ന് നമ്മൾ പറയത്തില്ലേ? സോറി, ഇതിൻ്റെ അവസാനമുള്ളത് ഇതാണ്. അലാസ് വി വോൺ നമ്മൾ പറഞ്ഞാൽ എന്നാ? ഞങ്ങൾ ജയിച്ചേ എന്നുള്ള പറയും. ഇതിൻ്റെ അവസാനം എന്നാ കാണും? എക്സ്ക്ലമേറ്ററി മാർക്ക് കാണും കേട്ടോ. ഇതിൻ്റെ അവസാനം ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് കാണും. തലകീഴായിട്ടൊരു തലകീഴായിട്ട് ഇട്ട പോലെ ഒരു നമ്മൾ തലതിരിച്ച് എഴുതി അങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ക്ലമേറ്ററി മാർക്കിൻ്റെ അവസാനം കാണും. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസും എക്സ്ക്ലമേറ്ററി സെൻറ്റൻസും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൻ്റെ അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്കും എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൻ്റെ അവസാനം ഒരു എക്സ്ക്ലമേറ്ററി മാർക്കും കാണും. അപ്പോൾ അത് നോക്കി കണ്ടുപിടിച്ചാൽ മതി. ഇനി അടുത്ത് നമുക്കൊരു സെൻറ്റൻസ് നോക്കാം. വാട്ട് എ പിറ്റി എന്ന് പറയും അല്ലേ? വാട്ട് എ പിറ്റി. ഇത് എന്ത് ടൈപ്പ് സെൻറ്റൻസ് ആണ്? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. ഇനി വേറെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് പറഞ്ഞാൽ വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ അല്ലേ? എന്ത് മനോഹരമായ ഒരു കാഴ്ചയാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ. എന്ത് മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇതും എന്ത് ടൈപ്പ് സെൻറ്റൻസ് ആണ്? ഇതെല്ലാം അവസാനം ഒരു എന്ത് കാണും? തലകീഴായിട്ടിട്ട് ഒരു സാധനം കാണും. അപ്പം വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ, എന്ത് മനോഹരമായ ഒരു കാഴ്ചയാണ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും വഴിക്കൂടിയൊക്കെ പോകുമ്പോൾ നമ്മളിപ്പോൾ ടൂർ പോകുമ്പോൾ നമ്മൾ പറയും അല്ലേ? വാവ് വാട്ട് എ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ അത് ടൈപ്പ് സെൻറ്റൻസ് ആണ്. നമ്മളൊരു ആശ്ചര്യത്തോടെ പറയുന്നത് ഹായ് എന്നൊക്കെ പറയത്തില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന സെൻറ്റൻസുകൾ ടൈപ്പ് സെൻറ്റൻസ് ആണ്. നമ്മളൊരു എക്സ്ക്ലൈമായിട്ടല്ല പറയുന്നത്. എക്സ്ക്ലൈം ചെയ്യുന്ന ആശ്ചര്യം. നമ്മൾ ആശ്ചര്യത്തോടെ പറയുന്ന സെൻറ്റൻസ് ആണ് ഏത്? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ. അപ്പം നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. അസർട്ടീവ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് നമുക്ക് ഒന്നുകൂടി ഓർത്ത് നോക്കാം. അസർട്ടീവ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ എന്നാ? സ്റ്റേറ്റ്മെന്റ് രീതിയിൽ പറയുന്നതാണ് അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകൾ. ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ എന്നായിരുന്നു? റിക്വസ്റ്റ് രീതിയിൽ നമ്മൾ ചോദിക്കുന്നത്. റിക്വസ്റ്റ് മാത്രമല്ല, കമാൻഡ്, റിക്വസ്റ്റ്, പ്ലീസ്. 6 മാത്രം ഓർത്താൽ നിങ്ങൾ. റിക്വസ്റ്റിനകത്ത് അണ്ടറിൽ ഏതൊക്കെ വരും? ഒരുപാട് സാധനങ്ങൾ വരും. ഓർഡർ വരും, കമാൻഡ് വരും, പ്രൈസ് വരും, പ്രയർ വരും, വിഷ് വരും. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ദയനീയമായിട്ടോ ഒക്കെ ചോദിക്കുന്നതിനാണ് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് പറയുന്നത്. ഇനി ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ എന്നായിരുന്നു? നമ്മൾ ക്വസ്റ്റ്യൻ രീതിയിൽ എന്ത് ചോദിച്ചാലും അതിന് പറയുന്ന പേരാണ് എന്താണ്? ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് വെച്ചാലോ ആശ്ചര്യമായിട്ട് എന്ത് കാര്യം വന്നാലും അതേ ടൈപ്പ് സെൻറ്റൻസ് ആണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ഇതിനൊരു കോഡ് പഠിക്കാം. ഇതിൻ്റെ കോഡാണ് നമ്മുടെ ഒന്നുമില്ല EI. ഞാൻ തലകീഴായിട്ട് എഴുതുന്നത്. ഞാൻ കുറേ വട്ടം എടുത്തെടുത്ത് പറഞ്ഞു. നമ്മൾ ഈ എക്സ്ക്ലമേറ്ററി മാർക്ക് തലകീഴായിട്ട് എഴുതുന്നത്. നമ്മൾ ഓർത്തിരിക്കേണ്ട കോഡ് EI എന്ന് ഓർത്താൽ മതി. ഇങ്ങനെ എന്ന് ഓർക്കുന്നത് എങ്ങനെ? നമ്മൾ ഒരു എക്സ്ക്ലൈമായിട്ടല്ല പറയുന്നത്. നമ്മളായാലും കണ്ട നീ ആണെന്ന് ചോദിക്കത്തില്ല എന്ന് പറഞ്ഞാൽ എന്ന് ഓർത്താൽ മതി. ഈ I എങ്ങനെ എഴുതേണ്ടത്? നമ്മൾ തലകീഴായിട്ട് എഴുതണം. അപ്പോൾ എന്ന് എഴുതുമ്പോൾ നമ്മൾ തലകീഴായിട്ട് എഴുതിയാൽ മതി. എക്സ്ക്ലമേറ്ററി ആണെന്ന്
ഓർത്തോളും. E ഫോർ എക്സ്ക്ലമേറ്ററി. അപ്പം നമ്മൾ 4 കോഡും 4 സാധനങ്ങളും പഠിച്ചു. എന്തൊക്കെയാണ്? അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസുകൾ പഠിച്ചു. അതിന് കോഡ് എന്നാ പഠിച്ചത്? ആർട്സ്. നമ്മൾ യൂട്യൂബിൽ കാണുന്ന ആർട്സ്. A ഫോർ അസർട്ടീവ് ആൻഡ് D ഫോർ ഡിക്ലറേറ്റീവ് ആൻഡ് S ഫോർ സ്റ്റേറ്റ്മെന്റ്. ഇമ്പരേറ്റീവ് സെന്റൻസ് നമ്മൾ പഠിച്ചു IMR. IM ഫോർ, ഈ IM ഇവിടെ ഇട്ട് എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു I ഉണ്ട് കണ്ടോ, അത് കൺഫ്യൂഷൻ ആയിരിക്കാനാണ് ഞാൻ OMR IMR കണ്ടുപിടിച്ചെടുത്തത് കണ്ടോ. IMR വരും. ഇമ്പരേറ്റീവ് നമുക്ക് വായിക്കാൻ പറ്റും. IM ഫോർ ഇമ്പരേറ്റീവ് ആൻഡ് R ഫോർ റിക്വസ്റ്റ്. ആൻഡ് IQ എന്ന് വെച്ചാൽ I എന്ന് വെച്ചാൽ ഇൻട്രോഗേറ്റീവ് ആയിരിക്കും. Q ഫോർ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇനിയും A എന്ന് വെച്ചാൽ നമ്മുടെ എയുടെ സ്പെല്ലിംഗ് എന്നാ EI. I എങ്ങനെ എഴുതേണ്ടത്? തലകീഴായിട്ട്. അപ്പോൾ എക്സ്ക്ലമേറ്ററി ചോദിച്ചാൽ അതേ ടൈപ്പ് സെൻറ്റൻസ് ആയിരിക്കും. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകളായിരിക്കും. മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഒന്നുകൂടി പറയണോ? മനസ്സിലായോ? സംഭവം ക്ലിയർ ആണോ? നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയാലേ. ഇനി ക്ലിയർ ആണോ? ഇത് കമൻറ്റ് ചെയ്യുമോ? ഓക്കെ. അപ്പം 4 ടൈപ്പ് സെൻറ്റൻസ് ആണ് നമ്മൾ പഠിച്ചത്. നമുക്ക് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഈ പേജ് ഞാൻ മാറ്റുവാണ്. നമുക്ക് പുതിയൊരു ഫ്രഷ് പേജ് എടുക്കാം. ഡോണ്ട് സേവ് പോട്ടെ പേജ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾ അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് ഓപ്ഷൻ വരുന്നത് എങ്ങനെയാണ്? ഐഡന്റിഫൈ ദി സെൻറ്റൻസ് എന്ന് പറഞ്ഞൊരു ചോദ്യം വരും. ഐഡന്റിഫൈ ദി സെൻറ്റൻസ് ചോദിച്ചതിൻ്റെ ഒരു മാതൃക ഞാൻ കാണിച്ചു തരാം. IDENTIFI ഐഡന്റിഫൈ ദി സെൻറ്റൻസ്. ഐഡന്റിഫൈ സെൻറ്റൻസ് എന്ന് വെച്ചാൽ നമ്മളോട് ചോദിക്കും. ഐഡന്റിഫൈ ദി സെൻറ്റൻസ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പം നമുക്കൊരു ഇത് വരും. ഇപ്പം ഞാൻ ചോദ്യം ഇവിടെ താഴെ എഴുതുവാണ്. ചോദ്യമാണ് ലുക്ക് ബിഫോർ യു ലീപ്പ് കേട്ടോ. ലുക്ക് ബിഫോർ ഇപ്പം ആരും കമൻറ്റ് ചെയ്യണ്ട. ലുക്ക് ബിഫോർ യു ലീപ്പ് എന്നാണ് നമ്മുടെ സെൻറ്റൻസ്. ഇതിൻ്റെ താഴെ തരുന്ന ഓപ്ഷൻ ഇങ്ങനെയാണ്. A assertive സോറി A സ്മോൾ എഴുതാം. സ്മോൾ ലെറ്റർ പോകത്തില്ല. സോറി. A assertive ASS എന്ന് എഴുതുന്നുള്ളൂ കേട്ടോ. SSER assertive. B നമ്മുടെ B ഓപ്ഷനാണ്. അത് ഇമ്പരേറ്റീവ്. PRA ഇമ്പരേറ്റീവ്. C ഓപ്ഷനാണ് ഡിക്ലറേറ്റീവ്. ഇൻട്രോഗേറ്റീവ്. ആൻഡ് D ഓപ്ഷനാണ് എക്സ്ക്ലമേറ്ററി. എക്സ്ക്ലമേറ്ററി. അപ്പോൾ ഇതാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ചോദിക്കുന്നത്. ഇനിയുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അതിൻ്റെ അടിയിൽ 4 ഓപ്ഷൻസ് നിങ്ങൾ തന്നെ എഴുതിക്കണം കേട്ടോ. അപ്പം നമ്മൾ ചോദിച്ച ചോദ്യം എന്നായിരുന്നു? ലുക്ക് ബിഫോർ യു ലീപ്പ്. ലുക്ക് ബിഫോർ യു ലീപ്പ്. ഈ സെൻറ്റൻസ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ലുക്ക് ബിഫോർ യു ലീപ്പ് എന്ന് വെച്ചാൽ എന്നാ? പുറകോട്ട് ലുക്കിന് ഒരു ലുക്കേ ഉള്ളൂ. ലുക്ക് ബിഫോർ യു ലീപ്പ് എല്ലാം ഓക്കെ ഉള്ളൂ കേട്ടോ. ഓരോ ഉള്ളൂ കേട്ടോ. ടൈപ്പ് ചെയ്തപ്പോൾ എററാണ്. ലുക്ക് ബിഫോർ യു ലീപ്പ്. ഈ ലുക്ക് ബിഫോർ യു ലീപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അതിൻ്റെ അർത്ഥം ഇതാണ്: എടുത്ത് ചാടുന്നതിന് മുമ്പ് ചിന്തിക്കുക, സൂക്ഷിക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? അതായത് ലുക്ക് ബിഫോർ, ഒന്ന് തിരിഞ്ഞു നോക്കുക നല്ലതായിരിക്കും. എങ്ങോട്ട്? ചാടുന്നതിന് മുമ്പ് തിരിഞ്ഞു നോക്കുക നല്ലതായിരിക്കും. എല്ലാം നേടാനായിട്ടുണ്ടോ എന്ന്. ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്നവരുടെയൊക്കെ നമുക്ക് പറയാനുള്ളതാണ്. ഒന്ന് ചാവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കാൻ നമുക്ക് ചെയ്യാനായിട്ടൊരു കാര്യമുള്ളൂ. എന്ത്? തിരിഞ്ഞു നോക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് തീർക്കാനായിട്ടുണ്ടോ, ഇനി നമ്മൾ നന്നായ ചാകാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കുക. അപ്പോൾ ലുക്ക് ബിഫോർ യു ലീപ്പ് എന്ന് വെച്ചാൽ എന്നാ ഉദ്ദേശിക്കുന്നത്? എന്നാ ലുക്ക് ബിഫോർ യു ലീപ്പ് എന്ന് വെച്ചാൽ എന്നാ? എടുത്ത് ചാടുന്നതിന് മുമ്പ് ചിന്തിക്കുക. അതെന്നാ പറയുന്നത്? അസർട്ടീവ് ആണോ? നിങ്ങളൊന്ന് ആലോചിക്കുന്ന കമൻറ്റ് ചെയ്തേ ഏതാന്ന്. ബി, ഓപ്ഷൻ ബി. ഓക്കെ, വേറെ ആർക്കും ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ബി. പിന്നെ ഓപ്ഷൻ ബി പിന്നെ ഉണ്ടോ? ഷാലു. ബി ഇമ്പരേറ്റീവ്. അടുത്തത് ബി. ഓക്കെ, പിന്നെ ബി അല്ലേ ഇമ്പരേറ്റീവ്? അതെ. ഓക്കെ, എടുത്ത് ചാടുന്നതിന് മുമ്പ് ചിന്തിക്കുക. അതൊരു ഓർഡറാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അത് ഇമ്പരേറ്റീവ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിച്ചു. ഓക്കെ, അടുത്ത നമുക്ക് സെൻറ്റൻസ് നോക്കാം. അടുത്ത സെൻറ്റൻസ് നമ്മുടെ ഇമ്പരേറ്റീവ് കേട്ടോ ഉത്തരം. ലുക്ക് ബിഫോർ യു ലൂപ്പ്. എടുത്ത് ചാടുന്നതിന് മുമ്പ് ചിന്തിക്കുക. അതന്നെ നമ്മളോട് പറയുന്ന ഒരു കമാൻഡാണ് പറയുന്നത്. അല്ല, നമ്മളോട് കാര്യം പറയല്ലേ, എടുത്ത് ചാടുന്നതിന് മുമ്പ് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ പറഞ്ഞാൽ എങ്ങനെയാ? അതൊരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് കേട്ടോ. നമ്മൾ പോത്തില്ലേ? അടുത്ത പേര് ലുക്ക് ബിഫോർ യു ലീപ്പ്. അടുത്ത ചോദ്യം, ഹൗ ക്യൂട്ട് ദി ബേബി ലുക്ക്. ഹൗ ക്യൂട്ട് ദി ബേബി ലുക്ക്. ഓപ്ഷൻ തരുന്നില്ല, നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കുക. സോറി, അതിൻ്റെ അടി ഇതൊന്നുമില്ല കേട്ടോ.
ഹൗ ക്യൂട്ട് ദി ബേബി ലുക്ക്. ഈ ഒരു സാധനം ഉണ്ട് അതിൻ്റെ അടിയിൽ. ഹൗ ക്യൂട്ട് ദി ബേബി ലുക്സ് ഏതായിരിക്കും? കമൻറ്റ് പോരട്ടെ. ഏതായിരിക്കും? എക്സ്ക്ലമേറ്ററി. പിന്നെ എക്സ്ക്ലമേറ്ററി ആണോ? ആലോചിക്കണം. എക്സ്ക്ലമേറ്ററി വേറെ ഉത്തരങ്ങളുണ്ടോ? എക്സ്ക്ലമേറ്ററി. അലീന ജോണി എക്സ്ക്ലമേറ്ററി, ശ്രീലക്ഷ്മി എക്സ്ക്ലമേറ്ററി, എക്സൽ എക്സ്ക്ലമേറ്ററി. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. എന്ത് നമ്മൾ പറഞ്ഞായിരുന്നു? EI നോക്കണമെന്നല്ലേ? EIയുടെ A നോക്കണമായിരുന്നു. അപ്പോൾ ഹൗ ക്യൂട്ട് ദി ബേബി ലുക്ക്. ഹൗ എന്ത് ഭംഗിയുള്ള കൊച്ചു നമ്മൾ പറഞ്ഞില്ലേ? ഹായ് ഒരു കൊച്ച്. നമ്മൾ ക്ലാസ്സിലൊക്കെ ഒരു കൊച്ചു വരികയാണെങ്കിൽ നിങ്ങൾ ഈ കൂട്ടത്തിലിരിക്കുന്നവർ തന്നെ എന്നെ ആകാംക്ഷയാണ് കണ്ടാൽ തന്നെ. അതുകൊണ്ട് ചില വലിയ കാര്യം കിട്ടിയല്ലോ അവരെല്ലാം കിടന്ന് കളിക്കുന്നത്. അപ്പോൾ ഒരു ഭയങ്കര ആകാംക്ഷയില്ല അവർക്ക്. അവരുടെ സന്തോഷം പിടിച്ചറിയിക്കാൻ പറ്റുമോ? അല്ലെ പറഞ്ഞറിയിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതൊരു ആകാംക്ഷ രീതിയിൽ അവർ കണ്ടിരിക്കുന്നത്. അപ്പം അത് ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണ്? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. അടുത്ത ചോദ്യമാണ് വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ. നമ്മൾ മുമ്പേ പറഞ്ഞതിനെ തന്നെ ഉള്ളതാണ്. ഇത് പ്രീവിയസ് ചോദ്യമായിരുന്നു. വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ. വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ. വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ. എന്ത് മനോഹരമായ കാഴ്ച. അതേതാ? എന്ത് മനോഹരമായ കാഴ്ച. അതേതാ? വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ. അതേതാ? എക്സ്ക്ലമേറ്ററി. ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഓക്കെ, അതും പഠിച്ചു. അടുത്ത സെൻറ്റൻസ് നോക്കാം. പ്ലീസ് കം ഇൻ. പ്ലീസ്, ഇതെല്ലാം പ്രീവിയസ് ചോദ്യം കേട്ടോ. പ്ലീസ് കം ഇൻ. ദയവായി കടന്നു വരൂ. അതേതാണ്? പ്ലീസ് കം ഇൻ എന്ന് വെച്ചാൽ ഏതാണ്? പ്ലീസ് കം ഇൻ ഏത് കോഡാ ഓർക്കേണ്ടത്? ADS ഉണ്ട് നമുക്ക്. എന്താ? അസർട്ടീവ് ഉണ്ട്, ഡിക്ലറേറ്റീവ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് അല്ല പിന്നെ എന്നാ ഉള്ളത്? OMR ഒരു IMR ഉണ്ട്. ഇമ്പറേറ്റീവ് ആണെങ്കിൽ റിക്വസ്റ്റ് ആണ്. പിന്നെ IMR. ഓക്കെ, മിടുക്കി. IMR തന്നെ പറഞ്ഞു. അത് മതി, ഓർത്തിരുത്താൽ മതി. IMR പറഞ്ഞാൽ മതി. അപ്പോൾ അതാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ് ഇത്. നമ്മുടെ പ്ലീസ് കം ഇൻ. ഇമ്പറേറ്റീവ് റിക്വസ്റ്റ് ഉണ്ട്, പിന്നെ കമാൻഡ് ഉണ്ട്, പിന്നെ വിഷ് ഉണ്ട്, പിന്നെ പ്രെയർ ഉണ്ട്, പിന്നെ ഓർഡർ ഉണ്ട്, പിന്നെ അങ്ങനത്തെ എല്ലാം ഉണ്ട് അതിനകത്ത്. IMRനകത്ത് റിക്വസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾ ഓർത്തെടുത്തോണം. അപ്പോൾ അതാണ് ഒരു ചോദ്യം. പിന്നെ ഇറ്റ്സ് എ ലവ്ലി സീൻ. ഇറ്റ്സ് എ ലവ്ലി സീൻ. ഇറ്റ്സ് എ ലവ്ലി സീൻ. ഇറ്റ്സ് എ ലവ്ലി സീൻ. ഇതേതാണ്? പറയാൻ പറ്റുന്നുണ്ടോ? ഇറ്റ്സ് എ ലവ്ലി സീൻ. അസർട്ടീവ് ADS. ഇറ്റ്സ് എ ലവ്ലി സീൻ ഏതാണ്? കമൻറ്റ് പോയല്ലേ? അസർട്ടീവ്. ഇറ്റ്സ് എ ലവ്ലി സീൻ. എന്ത് മനോഹരമായ കാഴ്ച എന്ന് നമ്മൾ പറഞ്ഞാൽ, നമ്മൾ മുമ്പേ പറഞ്ഞു ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സീൻ എന്ന് പറഞ്ഞാലും ലവ്ലി സീൻ എന്ന് പറഞ്ഞാൽ ADS. കോഡാണ് നിങ്ങൾ ഓർത്തിരിക്കുന്നത്. മതി, എന്തെങ്കിലും ഓർത്താൽ മതി. ഓർക്കുന്നുണ്ടല്ലോ. കൊച്ചിനെ ഒന്ന് കഥ നടച്ചിടുവോ? ഒരു മിനിറ്റ്, കഥ നടച്ചിടുവോ? ഓക്കെ സോറി. അപ്പോൾ ഇറ്റ്സ് എ ലവ്ലി സീൻ. അപ്പോൾ ഇറ്റ്സ് എ ലവ്ലി സീൻ എന്ന് പറഞ്ഞാൽ ഇത് PSCക്കൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ചോദ്യം ഇങ്ങനെ തപ്പിയപ്പം എനിക്കൊരു ഭയങ്കര വണ്ടർഫുൾ ആയിട്ട് തോന്നിയ ഒരു ചോദ്യമാണ്. കാരണം നമ്മൾ മുമ്പേ പഠിച്ചു തന്നെയായിരുന്നു. മറ്റേ ബ്യൂട്ടിഫുൾ സീൻ എന്ന് പറഞ്ഞാലും ഇറ്റ്സ് എ ലവ്ലി സീൻ എന്ന് പറഞ്ഞാൽ ഏകദേശമൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ എന്താ അർത്ഥം സെയിം ആണ്. പക്ഷേ ഇതിനെ കൺവേ ചെയ്യുന്ന നമ്മൾ അസർട്ടീവ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞല്ലേ. കാരണം നമ്മൾ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ പോകും, ഞാൻ പറഞ്ഞു മുമ്പ് ടൂർ പോകുന്ന പോലെ നമ്മൾ ഈ പോകുമ്പോൾ നമ്മൾ കാണുന്ന സീൻ അവിടെ ഉള്ളത് കൊണ്ടാണ് അവിടെ വേറെ ആൾക്കാർ വീണ്ടും വീണ്ടും ചെല്ലാൻ തോന്നുന്നത്. അപ്പം ഈ അവിടെയുള്ള സീന് അവിടെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ അതൊരു സ്റ്റേറ്റ്മെന്റ് അല്ല. അവിടെ ഒരു സീൻ ഉണ്ട്, അതുകൊണ്ട് നീ പോകണമെന്നാണ് നമ്മളോട് പറയുന്നില്ലേ. അപ്പോൾ നമ്മൾ ആ രീതിക്ക് വേണം ചിന്തിച്ച് നോക്കാൻ. നമ്മൾ ഇച്ചിരി ഇതായിട്ട് ചിന്തിക്കണം. ഇച്ചിരി മുന്നോട്ട് കയറി ചിന്തിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനുള്ളതിന് ഉത്തരം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് ഒരു മനുഷ്യന് വാട്ടർ ലെവലിൽ വെച്ചാൽ അവൻ എക്സ്ക്ലമേറ്ററി ആണെന്ന് ചിന്തിക്കത്തുള്ളൂ തുടക്കത്തിൽ. അപ്പോൾ നിങ്ങളാരും അങ്ങനെ ചിന്തിച്ചില്ല, എനിക്കൊരു സന്തോഷം തോന്നുന്നു. അപ്പം ഇതാണ് ഇറ്റ്സ് എ ലവ്ലി സീൻ എന്ന് വെച്ചാൽ ഏതാണ്? എക്സ്ക്ലമേറ്ററി അല്ല, പകരം അസർട്ടീവ് സെൻറ്റൻസ് ആണ് കേട്ടോ. അസർട്ടീവ് ആണ് ആ സെൻറ്റൻസ്. നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. ഇനി ഈ ചോദ്യം ഇതാണ്. ആൻ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ഈസ്, ഇൻട്രോഗേറ്റീവ് സ്കൂളിൽ അടിക്കുന്നില്ല, സെൻറ്റൻസ് ഈസ് ഓൾവേസ് ഡാഷ് എന്നാണ് ചോദിച്ചത്. ഓൾവേസ് ഡാഷ് എന്നാണ് ചോദിച്ചത്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ഓൾവേസ് എപ്പോഴായിരിക്കും? ഓപ്ഷൻ വേണോ? ഓപ്ഷൻ തരാം. സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, എക്സ്പ്രഷൻ ആയിരിക്കും, റിക്വസ്റ്റ് ആയിരിക്കും, ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇൻട്രോഗേറ്റീവിൻ്റെ നമ്മുടെ കോഡനായിരുന്നു IQ വരുമ്പോൾ ആരാ? ഇൻട്രോ വന്നാൽ ആരാ? ക്വസ്റ്റ്യൻ. കണ്ടോ? അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടി. കണ്ടോ? അതുകൊണ്ടാണ് കോഡ് നമ്മൾ പഠിപ്പിച്ച് വെക്കേണ്ടത്. നമ്മളിപ്പോൾ സംഭവം എന്നാന്ന് പഠിച്ചു. ക്വസ്റ്റ്യൻ രീതിയിൽ വന്നാൽ ഏതാണ്? ഇപ്പോൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എപ്പോഴും എന്നതായിരിക്കും? ആരായിരിക്കും? ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈസ് ഓൾവേസ് ക്വസ്റ്റ്യൻസ്. QUESTIONS ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്ലാസ് 11:31 ഞാൻ നിർത്തുകയാണ്. ഇതിനൊരു പ്രാക്ടീസ് പ്രോബ്ലം ഉള്ളൊരു ലിങ്ക് ഞാനിടും.
അതിൽ 10-12 ചോദ്യം വേണ്ടിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങൾ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്തിട്ട് ഉത്തരവും അതിൻ്റെ ഇതും നിങ്ങൾക്ക് അതിൽ കൂടെ കിട്ടും. അല്ലെങ്കിൽ ഞാൻ 2 PDF ഇടുന്നതായിരിക്കും. ആ PDF നിങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിർത്തിയാണ്. താങ്ക് യു. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് പോകുള്ളൂ കേട്ടോ. ഏതെങ്കിലും പാർട്ടി സംശയമുണ്ട്. 4 സെൻറ്റൻസാണ് നമ്മൾ പഠിച്ചത്. അസർട്ടീവ്, ഡിക്ലറേറ്റീവ്, രണ്ടിൻ്റെ പേരൊന്നാണ്. ഇമ്പറേറ്റീവ്, ഇൻട്രോഗേറ്റീവ് ആൻഡ് എക്സ്ക്ലമേറ്ററി. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. താങ്ക് യു. ഓക്കെ, അപ്പോൾ ആർക്കും സംശയമില്ല ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് നാളെ 10:30 കാണാം. നാളെ ആഷ്ലി ആയിരിക്കും ക്ലാസ് എടുക്കുന്നത്. നാളെ എനിക്കും അബ്രഹാമിനും കോളേജ് വരെ പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടാകുന്നുണ്ട്. ആഷ്ലി ആയിരിക്കും ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആഷ്ലിയുടെ ക്ലാസ് എല്ലാവരും ശ്രദ്ധിക്കുക. ആഷ്ലി എടുക്കുന്നത് EVS ആയിരിക്കും. EVS പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരിക്കും ആഷ്ലി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതിലെ ഫസ്റ്റ് ഇത് വരുന്നത് കൃഷി എന്നാണ്. അപ്പോൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കൃഷിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും ആഷ്ലി ഡിസ്കസ് ചെയ്യുകയും ആ കൂട്ടത്തിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഇപ്പം 4 ഓപ്ഷനാണ് വന്നതെങ്കിൽ ആ 4 ഓപ്ഷൻ്റെയും കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് കാര്യം നമുക്ക് അതിലൂടെ നേടാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് നാളെ ആഷിയുടെ കാലത്ത് കാണാം. ഞങ്ങൾ ചിലപ്പം കയറില്ലായിരിക്കും, കോളേജിലാണ് കയറാൻ പാടായിരിക്കും. ഞാനും അബ്രഹാമും കാണില്ലായിരിക്കും. ആഷ്ലി ക്ലാസ് നയിച്ചോളുമല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവരും കയറുക. 10:30 ലിങ്ക് വേണമെങ്കിൽ ആഷ്ലി തന്നെ ഇട്ടോളുമായിരിക്കും. അപ്പോൾ അതിൽ കയറുക കേട്ടോ. ഗ്രൂപ്പിലായിരിക്കും ഇടുന്നത്. അപ്പോൾ അതിലോട്ട് കയറുക. അപ്പോൾ താങ്ക് യു. നാളെ കാണാം.